ഈ ഫെമിനിറ്റി എന്നുള്ള ഇവരെന്തിനാ അങ്ങനെ വിളിക്കണത്? ഒരു നോർമലി ഇപ്പൊ നമ്മൾ പൊതുബോധത്തിൽ ഒരു സ്ത്രീ ഒന്ന് ആ ചട്ടക്കൂടുകളിൽ നിന്നൊക്കെ ഒന്ന് പൊളിച്ച് മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരാളെ ഫെമിനിറ്റി എന്ന് വിളിക്കുന്നത്. വേറൊരു സാഹചര്യം വെറുതെ വിളിക്കൂല, അങ്ങനെ ഫെമിനിറ്റി എന്ന വാക്ക് ഉപയോഗിക്കണില്ല. വേറൊരു സാധാ സ്ത്രീനെ അല്ലെങ്കിൽ നോർമലായിട്ട് ലൈഫ് ജീവിക്കുന്ന ഒരാളെ ഇവര് ഫെമിനിറ്റി എന്ന് വിളിക്കും. ഇസ്ലാമോഫോബിയൊക്കെ നിൽക്കുന്ന ഒരു കാലത്ത് അതെങ്ങനെയാണ് ഒട്ടും ആശങ്കയില്ലാതെ നമ്മള് സിസ്റ്റത്തെ നമുക്ക് വിമർശിക്കാൻ പാടില്ല എന്നില്ലല്ലോ. നമ്മളൊരു സിസ്റ്റം നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന മോശമായ കാര്യം, നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യം അത് നമ്മൾ വിമർശിക്കണ്ടേ? 1001 നാടകം കളിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക്. വൈക്കം മുഹമ്മദ് വീട്ടിലെ കളിച്ചിട്ടുണ്ട്, അന്ന് ഫാബിത്താത്തൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂക്കൻ്റെ വീട്ടിൽ വെച്ചിട്ട് 1001 നാടകം. അപ്പൊ ഞാനത് ആ രാത്രി കണ്ട് പോണ സമയത്ത് എങ്ങനെ ഇപ്പൊ നീ ഫെമിനിസ്റ്റ് ആണോ ചോദിക്കാന്നല്ല ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ രീതി ചോദിക്കാം, നീ ഫെമിനിസ്റ്റാ, ഫെമിനിസ്റ്റാണ്ടിയാ, ഫെമിനിസ്റ്റ് അല്ലേ? അപ്പൊ അതെങ്ങനെ ചോദിച്ചാൽ ഇയാളുടെ ഉള്ളൊരു സംശയങ്ങളാണ് ഒരുപാട്. ഇത് സിനിമക്ക് വേണ്ട എല്ലാ സാധനവും അവര് ചെയ്തു, ആ വീട്ടുകാർ ചെയ്തു. അതായത് ഇവരറിയണില്ല ഞാൻ ഇതിന്റെ കോസ്റ്റ്യൂമാണ് ചെയ്യണത്, ഞാനതൊരു പൂച്ചനാണെന്ന് പറഞ്ഞാൽ പൂച്ചനെ കൊടുന്നിരുന്നത്, ഒരു ബോക്സ് വേണമെന്ന് പറഞ്ഞാൽ ഇവര് ബോക്സ് എടുത്ത് കൊടുന്നിരുന്നു. അപ്പൊ ഇവര് ചെയ്യണത് എന്തൊരു സിനിമയുടെ ആർട്ടിന്റെ പരിപാടി ഇവര് ചെയ്യണത്. ഇതിലവര് തൂക്കാത്തായിട്ടൊരു താത്തുണ്ട്. ഇവര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കാന്നുള്ളത് സ്വപ്നം പോലും കണ്ടിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള സാധാരണക്കാർ വഴി കൂടെ നടന്നു പോകുന്ന താത്താനെ നിങ്ങൾ വന്നാൽ നിങ്ങൾ അഭിനയിക്കും, ഇതൊക്കെ പോകാനുണ്ട്, നോക്കിക്കളി അങ്ങനെ ഉണ്ട്. അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുക. എനിക്കത് ഇഷ്ടമുള്ള പ്രോസസ് ആയിരുന്നു. അങ്ങനെ പറയിപ്പിക്കുക, അങ്ങനെ അഭിനയിപ്പിക്കുക എന്നുള്ളത്. കണ്ട ആൾക്കാരൊക്കെ നിങ്ങൾ പടത്തിൽ ഭയങ്കര ഒരു സത്യസന്ധത ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ട് മൊത്തത്തിൽ എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് ഈ സിനിമത്തിന് ഒരുപാട് സാധനം, 1 മണിക്കൂർ സാധനം അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണ്ട പറഞ്ഞിട്ട്. അതും ഭയങ്കര കോമഡി സാധനങ്ങളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടുത്തെ കൾച്ചറിന്റെ കുറെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സിനിമ ഷൂട്ട് ചെയ്യാൻ തോന്നും. കാരണം അവിടുത്തെ പച്ചായ മനുഷ്യന്മാരും അവരത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര രസമായിട്ടുള്ള ആളുകൾ, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. വീട്ടിലെ കാരണവര് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പിന്നെ കോഴിക്കള് ഇങ്ങനെ നടക്കുന്നുണ്ട്, ആ കോഴിക്കള് കൂട്ടു പോയില്ല. മുറ്റത്ത് ചാണം പശു ഇട്ടിട്ടുണ്ട്, അത് മാരിയില്ല. ഉമ്മറത്തെ വാതിലടച്ചിട്ടില്ല. മോന്തിയിലെ പിന്നെ മക്കള് തൈലം കൊണ്ടുവച്ചില്ല, എണ്ണ തേച്ച് കുളിച്ചിട്ടില്ല, വെളുക്കെത്തിച്ചിട്ടില്ല. ഇങ്ങനെ പറയുന്നൊരു ക്യാരക്ടറാണ്. ഫെമിനിറ്റി ഫാത്തിമ പോലെയുള്ള സിനിമകള് നമ്മൾ കാഴ്ചക്കാരിലും മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പൊ സിനിമയ്ക്കൊപ്പം നിന്ന 2 പുരുഷന്മാരാണ് നിങ്ങളിൽ അത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ഏത് പ്ലാറ്റ്ഫോം കൊടുത്താൽ ഏറ്റവും എക്സാമ്പിളാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത്. അവിടെ മുസ്ലിം സ്ത്രീകൾ വരുന്നു, അവിടെ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണേ, ഓൺലൈനിലൂടെ ഇൻകം കണ്ടെത്തുന്നത് എത്ര ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ ഭയങ്കര പോസ്റ്റ്. ഇതൊക്കെ ഈ ഫെമിനിറ്റി ഫാത്തിമ എന്നുള്ള പടം ചെയ്യാനായിട്ട് ഇന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. നല്ലൊരു ചിത്രം EFFK കണ്ടു. അതിൻ്റെ മേക്കിംഗ് ആയാലും അതിലെ അഭിനേതാക്കളായാലും പ്രത്യേകിച്ച് ഷംലയും കുമാറും വളരെ നന്നായി തന്നെ അഭിനയിച്ചു. 2024 IFFKയിൽ മികച്ച ചിത്രമായി വന്നു. പിന്നെ ഇപ്പം JC ഡാനിയൽ പുരസ്കാരം മികച്ച ചിത്രത്തിനും മികച്ച 2ാമത്തെ നടനുള്ള അവാർഡും കരസ്ഥമാക്കി. കൂടാതെ ഇങ്ങനെ നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിലും ഭാഗമാവുകയും അവാർഡുകൾ കരസ്ഥമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫെമിനിറ്റി ഫാത്തിമ. വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ സിനിമയാണ് ചെയ്തത്. ഇപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് IFFKയിലാണ് ആദ്യം ഫസ്റ്റ് സ്ക്രീൻ ചെയ്തത്. അപ്പോൾ അവിടെ നിന്നൊരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക കുറേ അവാർഡുകളും കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവിടെ വലിയ ക്രൗഡ് പടം കാണാൻ വന്നത്. അതെ. അപ്പൊ അവിടെ നമുക്കൊരു 5 അവാർഡാണ് കിട്ടിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇങ്ങനെ ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിൽ പോയി. അവിടെ നമുക്കൊരു ഏഷ്യൻ കോമ്പറ്റീഷനിൽ മെൻഷൻ കിട്ടി. പത്മരാജൻ പുരസ്കാരം കിട്ടി. പിന്നെ ക്രിട്ടിക്സ് അവാർഡ്. പിന്നെ ബിഷ്കേക്കിൽ പോയി, കിർഗിസ്ഥാനിൽ ഫിലിം ഫെസ്റ്റിവലിൽ പടമായിട്ട്. അപ്പൊ കുറെ സ്ഥലത്ത് പോകാൻ പറ്റി. അതിൻ്റെ അപ്പുറത്ത് ഈ പല കൾച്ചറുള്ള ആളുകളുടെ ഇടയിൽ പടം കാണിക്കാൻ പറ്റി, അവരെ റിവ്യൂ എടുക്കാൻ പറ്റി. ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമക്ക് ഇത്രയും നല്ല കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മള് കുറച്ച് കാലങ്ങളായിട്ട് സിനിമയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ ഒരു സമയവും പ്രയത്നത്തിന്റെ ഒക്കെ ഒരു റിസൾട്ടായിട്ട് ഇങ്ങനെ നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ 25 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്.
പക്ഷെ 25 സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷെ കഥാപാത്രങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നത് തന്നെയാണ്. പക്ഷെ എത്രത്തോളം ഇന്റർനാഷണൽ ലെവലില് ഈ സിനിമയൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് നമ്മളറിയാത്ത ആളുകളൊക്കെ, നമ്മളിപ്പം മലയാളികൾ മുന്നിലും അല്ലാത്ത ആളുകളിലൊക്കെ മുന്നിൽ ഈ മുഖം സുപരിചിതമാകുക. അപ്പം ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ സമയത്ത് സിനിമ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പോലും ഇങ്ങനെ ഒരു IFFK അയക്കേണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞ്, ഡയറക്ടർ പറഞ്ഞ് IFFK അയക്കേണ്ടത് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആഗ്രഹം എന്താ വെച്ചാൽ IFFK ഒരു എൻട്രി കിട്ടിയാൽ മതി. അപ്പം എല്ലാവരോടും പറഞ്ഞില്ല IFFK എൻട്രി കിട്ടിയ സിനിമ ആണ്. പക്ഷെ അവിടെ ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾ മൊത്തം ഭയങ്കരമായിരുന്നു. ഞങ്ങൾ അതിന്റെ വീഡിയോ കംപ്ലീറ്റ് ഉണ്ട്, ആളുകളുടെ അഭിപ്രായങ്ങൾ. കഴിഞ്ഞ ദിവസം കോഴിക്കോടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിനേക്കാൾ ആളായിരുന്നു അവിടെ. സെക്കൻഡ് ഷോക്ക്, രണ്ടാമത്തെ ഷോ വരുന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടാ ജനങ്ങളോടെ തടിച്ചുകൂടി കംപ്ലീറ്റ് സീറ്റിലിരിക്കുന്നതിന്റെ അപ്പുറത്തെ ആളുകളാണ് നിലത്തിരുന്നത്. ഒരു ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തത് 800 ആൾക്കാർ കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ 1300 ആൾക്കാരുണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിലത്തൊക്കെ ഇരുന്നിട്ടാണ് ആളുകൾ കണ്ടിരുന്നത്. അപ്പോഴേക്ക് മൂന്നാമത്തെ ഷോ ആകുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ആയിപ്പോയി. ആളുകൾ കംപ്ലീറ്റ് അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഇന്റർവ്യൂ ഇതുപോലുള്ള ആളുകൾ ഞങ്ങൾ തിരിച്ചറിയലും, ഞങ്ങൾക്ക് തിരുവനന്തപുരം IFFK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോപ്പുലാരിറ്റി തന്ന ഒരു വേദി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തത് ഞങ്ങൾക്ക് വരുന്ന കോഴിക്കോട് നിന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കോഴിക്കോട്ടിലെ നാടകപ്രവർത്തനാണല്ലോ. അപ്പോൾ നാടകപ്രവർത്തന ഒരാളാണല്ലോ ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് തന്ന, ഞങ്ങളെപ്പോലുള്ള എനിക്ക് ഷംല, സൂറാത്ത, പിന്നെ എൻ്റെ ഉമ്മയായിട്ട് അഭിനയിച്ച പുഷ്പ ടീച്ചർ, പിന്നെ മുസ്തഫ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഞങ്ങളിങ്ങനെ അല്ല, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടോ. എല്ലാ അഭിനേതാക്കളും മികച്ചത് തന്നെയായിരുന്നു. ആ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു, ആ കാസ്റ്റിംഗ് എന്നുള്ളതാണ്. കാരണം എല്ലാവരും ആ കഥാപാത്രത്തിന് വളരെ യോജിച്ചവരായിരുന്നു എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? ഇതില് ഏറ്റവും ടാസ്ക് ഉള്ള ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് കുമാർജിയുടെ ആയിരുന്നു. കുമാർ അങ്ങനത്തെ ഒരാളെ കിട്ടാന്നുള്ളതായിരുന്നു ഏറ്റവും നമുക്കൊരു ഇടങ്ങേറുള്ളത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഷംലനാണെങ്കിൽ ഞാൻ മുന്നേ എനിക്ക് അറിയുന്ന ഷംലനെ. അപ്പൊ ഷംലനെ ഫാത്തിമയായിട്ട് വിളിക്കാന്നുള്ള പ്ലാൻ ഓൾറെഡി മനസ്സിലുണ്ട്. ഫാത്തിമനെ അത് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ എൻ്റെ ചുറ്റുപാടുന്നുള്ള ആൾക്കാരെ എടുക്കാന്നുള്ള പ്ലാനാണ്. അത് ഇവരെ ആർട്ടിസ്റ്റുകളൊന്നുമല്ല, സാധാരണക്കാരായ ആൾക്കാരാണ്. അപ്പൊ ഇവരെ ഞാൻ സ്ഥിരം കാണുന്നതും ഞാൻ അവരൊപ്പം ഒരു വെബ് സീരീസ് ഒക്കെ ഞാൻ മുന്നേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കാണുന്ന ആൾക്കാരും ഒക്കെയാണ്. അപ്പൊ ഇവരെ അഭിനയിപ്പിക്കാന്നുള്ള ഒരു ഇത് എനിക്കുണ്ട്. പക്ഷെ ഈ ഉസ്താദ് അഷ്റഫിനെ ആരെ കിട്ടുന്നുള്ള ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള തെരച്ചിലുള്ള ഇത് ഒന്നും റെഡി. പല ആൾക്കാരും നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്യും. അപ്പൊ ഞാൻ അതിന്റെ മുന്നേ മൂപ്പരാളുടെ മറ്റേ ഗ്രേറ്റ് കണ്ടിട്ട് ഞാൻ ആരോടാ ഇയാള് കണ്ട് അന്നേരം ഞാൻ കണ്ടിട്ട് വണ്ടടിച്ചിക്ക് ഇയാള് മറ്റേ ബിരിയാണിയൊക്കെ വെക്കാൻ വന്നിട്ടോ ഇങ്ങനെ അങ്ങനെയൊക്കെ അളിയൻ എല്ലാ ബിരിയാണി ഒക്കെ വെച്ചിരിക്കുന്ന ഒരു നിപ്പൊക്കെ ഉണ്ടല്ലോ. ഇതിനോടുള്ള ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതായിരുന്നില്ലേ. അപ്പൊ അങ്ങനെ മൂപ്പരാളെ കിട്ടുന്നത്. മൂപ്പരാളെ കിട്ടിയപ്പോ അത് ഞാൻ ഓക്കെ ആയി. മൂപ്പരാളുടെ ഇടയിൽ വരാൻ താല്പര്യം കാണിച്ചില്ല. ഇടയ്ക്കൊരു വരണൊക്കെ ഇങ്ങനെ പുള്ളി നിൽക്കുക. ഒരു 4 ദിവസം ഞാൻ വായിച്ചാലുണ്ടല്ല, ഒരു അഭിനയിക്കാൻ മോളുള്ളത് ഞാൻ അപ്പൊ തന്നെ സത്യനന്ദോട് വിളിച്ചു പറഞ്ഞു. ഗംഭീര സ്ക്രിപ്റ്റാന്ന് പറഞ്ഞു. വായിച്ചാല് അങ്ങനെ ലൈവ് സാധനം ഇങ്ങനെ പോകുന്നു, ഓഡിയൻസിനെ ലോക്കാക്കി കൊണ്ടുള്ള സാധനം. പിന്നെ ഞാൻ പിന്നെ അത് എന്താ ചെയ്യേണ്ടെന്ന് എന്തൊരു കാരണം അങ്ങനെ വെച്ച് 3-4 ദിവസം ഇങ്ങനെ ഇരിക്കുക ഞാൻ. അപ്പൊ ഞാൻ പിന്നീട് പറഞ്ഞു എനിക്ക് അസ്വസ്ഥ ആവുന്നുണ്ട്, ഭയങ്കര അസ്വസ്ഥ ഉണ്ട്. ഇത്രയും വലിയ ചാൻസിലേക്ക് തന്നത്. പക്ഷെ ഞാനുണ്ടല്ലോ അതിന് ശേഷം എത്ര സിനിമാക്കാർ എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും ഫാസിൽ മോഹനെ ഒരു ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇന്ന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയത് ഈ ഡയറക്ടർ അതിന്റെ മൂപ്പരെ തൂലിക എന്ന് വന്ന ചില വാക്കുകളുണ്ടല്ലോ, അതിന്റെ ഒരു റിയാലിറ്റി, അതിന്റെ ആ ജീവിതം, ചുറ്റുപാട്, സാഹചര്യം, ഇതൊക്കെ ഇയാൾ എങ്ങനെ മനസ്സിലാക്കുന്ന ആരായിരിക്കണത്. ഞങ്ങൾക്ക് ഈ സിനിമത്തിന് ഒരുപാട് സാധനം, 1 മണിക്കൂർ സാധനം അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട പറഞ്ഞിട്ട്. അതും ഭയങ്കര കോമഡി സാധനങ്ങളാണ്. ആ സീനൊക്കെ സൂപ്പർ ആയിരുന്നു. നീ ഫെമിനിസ്റ്റ് ആണോ ഉത്തരം കിട്ടുമ്പോൾ അല്ല അതൊക്കെ ചെയ്യുന്ന സമയത്ത് രാത്രിയാണ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും, നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരും. സാധാരണക്കാരനോട് പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കി തരും, നമുക്ക് മനസ്സിലാക്കി തരും. അപ്പൊ ഞാനത് ആ രാത്രി അങ്ങോട്ട് പോണ സമയത്ത് എങ്ങനെയപ്പം നീ ഫെമിനിസ്റ്റ് ആണോ ചോദിക്കാന്നല്ല ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ രീതി ചോദിക്കാം, നീ ഫെമിനിസ്റ്റാ, ഫെമിനിസ്റ്റാണ്ടിയാ, ഫെമിനിസ്റ്റാ അല്ലേ. അപ്പൊ അതെങ്ങനെ ചോദിച്ചാൽ ഇയാളുടെ ഉള്ളൊരു സംശയങ്ങളാണ് ഒരുപാട്. അത് മൂപ്പർക്ക് അതിന് മുന്നേ കിട്ടിയത് ആ കുറ്റിയടിക്കാൻ പോയടത്തുനിന്നാണ് കിട്ടിയത്. അതെ അതെ. അപ്പൊ ആ മൂപ്പര് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അത് എല്ലാരും നിങ്ങൾ ചോദിച്ച പോലെ തന്നെ എല്ലാവരും ചോദിക്കേണ്ട, അത് ചോദ്യം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ കസ്റ്റമറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാല്, അപ്പൊ ഇതിന് നമ്മളൊരു അവിടുത്തെ ഒരു കൾച്ചറും പരിപാടിയൊക്കെയാണ് നമ്മൾ പ്ലേസ് ചെയ്യണത്. അപ്പോൾ അവിടുത്തെ ആളുകൾ വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്നാലാണ് ഒന്നുകൂടെ അതിന് സംസാര ശൈലിയും ഒക്കെ കറക്റ്റ് കിട്ടുള്ളൂ.
പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ വേണം, ഏത് സമയത്തും വിളിച്ചാൽ വരാൻ പറ്റുന്ന. അപ്പോൾ ആ നാട്ടിലത്തെ ആൾക്കാർ തന്നെ നമ്മള് അതിനിപ്പോൾ എല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ട്. ഞാൻ ഞങ്ങൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സീനുണ്ട് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ എല്ലാവരും അവൈലബിൾ ആണ് അവിടെ. അപ്പൊ അങ്ങനെ ഒരു കാരണം ഉണ്ട് കാസ്റ്റിംഗ് നടത്താൻ. കാരണം നമ്മളങ്ങനെ അവരൊക്കെ മുന്നേ അഭിനയിച്ച് പരിചയമുള്ളവരാണോ? അല്ല, സാധാരണക്കാരാണ്. അതായത് ഇവര് സിനിമനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാനിപ്പോ നമ്മളെ തൂക്കാത്തായിട്ട് ഒരു താത്തുണ്ട്. ഇവര് എന്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങള് സിനിമയിൽ അഭിനയിക്കാന്നുള്ളത് സ്വപ്നം പോലും കണ്ടിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള സാധാരണക്കാർ വഴി കൂടെ നടന്നു പോകുന്ന താത്താനൊക്കെ വന്നാൽ അഭിനയിക്കും ഇതൊക്കെ പോകാറുണ്ട്. അപ്പൊ ഇവരുടെ ഞാൻ ഡീൽ ചെയ്യണത് ഞാനൊരു ഡയറക്ടറാണ്, നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കാൻ വന്നിക്കേണെന്നുള്ളതല്ല, നിങ്ങൾ ആണെന്ന് പറഞ്ഞു കളി. അങ്ങനെ ഉണ്ട്, അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. എനിക്ക് അത് ഇഷ്ടമുള്ള പ്രോസസ് ആയിരുന്നു. അങ്ങനെ പറയിപ്പിക്കുക, അങ്ങനെ അഭിനയിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ ആരെ കിട്ടിയാലും എനിക്ക് അതിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി. അത് ഞാൻ സ്ഥിരം കാണുന്ന മുഖങ്ങൾ കേട്ടോ. അവര് സ്മാർട്ടാണെന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ ഞാൻ ഇതിൽ കാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്ന് ഏറ്റവും വലിയ സംഭവം തോന്നി തരാം. നമ്മള് അതിന്റെ മുമ്പൊക്കെ വരുന്ന സമയത്ത് ഇപ്പം ഏകദേശം റെഡി ആയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു കളർ വരാണ്ട്, പക്ഷെ അത് മൂപ്പരെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കിയില്ല. നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോൾ നമ്മൾ നോക്കിയാലോ, അങ്ങനെ നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് സംസാരിക്കാൻ സമയം തരും. ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി പറയും. വായിച്ചിട്ട് മൂപ്പരമില്ലാതെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറയും. പ്രസന്റ് ചെയ്തിട്ട് മൂപ്പര് ക്ലിയർ അല്ലെങ്കിൽ അപ്പം തന്നെ മാറ്റിക്കും, അത് വേണ്ട അല്ലെങ്കിൽ അത് വേണമെന്നറിയും. ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് വെച്ച് ഒറ്റ ഓട്ടാ. ഞാൻ ഭയങ്കര കോമഡിയാണ്. ചില സാധനമൊക്കെ നമുക്കേ ചിരി വരും. അത്ര ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു. പിന്നെ എല്ലാ ആക്ടേഴ്സ് ഇതേപോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആ ചക്കണ്ടല്ലേ ബെഡിലേക്ക് ചാടുന്നത്. ഞാൻ ചോദിക്കണം പറഞ്ഞത് പത്ത് രൂപ ഒറ്റ ചാട്ടം ഒരുപാട്. ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചത് സൂറാത്തന്റെ ഇതാണ്. സൂറാത്ത മോളെ വന്നു കഴിഞ്ഞ് തിരിച്ചു പോണ സമയത്ത് ബൈക്കുമ്പോ കയറുമ്പോ ഗ്യാരണ്ടി ചെറു സത്യസന്ധമായിട്ടുള്ള ഇതാണല്ലേ അവരുടെ ആ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടല്ലോ, അത്ഭുതാട്ടോ ശരിക്കും. അപ്പം നമുക്ക് അഭിനയം എന്ന് പറയുന്നത് പഠിച്ച് ചെയ്യേണ്ടതൊന്നും അല്ല, അല്ലെങ്കിൽ മുൻപരിചയം വേണ്ട എന്നൊക്കെയുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ഈ സിനിമ തരുന്നുണ്ട്. നമ്മള് വെറുതെ വന്ന് നിന്ന് സംസാരിക്കുന്നത് പോലും. ഇപ്പം ഫാത്തിമ എഴുതുമ്പം തന്നെ ഷംലയാണ് അല്ലെങ്കിൽ ഷംല ആയിരിക്കണം അത് ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു? രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നുള്ളു. ഒന്ന്, ഷംല തൃത്താല ഭാഗത്താണ് വീട്, നമ്മളെ ഭാഷശൈലിയായിട്ട് എടുത്തുള്ള ആളാണ്. പിന്നെ എനിക്ക് മുപ്പത്തേര് അറിയായിരുന്നു, പുള്ളി നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പുള്ളി മുപ്പത്തേര് വർക്ക് ആദ്യ ടൈം വെച്ച പടത്തിൽ ഞാൻ എന്റെ സ്പോട്ട് എഡിറ്ററായിരുന്നു. അപ്പൊ എനിക്ക് മുപ്പത്തേര് അറിയാം. അപ്പൊ എനിക്ക് ഞാൻ ഫാത്തിമയുടെ ക്യാരക്ടർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ എന്റെ മനസ്സിൽ മുപ്പത്തേര് വന്ന്. അങ്ങനെ മുപ്പത്തേര് വിളിച്ച് അന്ന് പ്രസവിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു, 5 മാസം ആയിട്ടുള്ളൂ. അപ്പോഴാണ് മുപ്പത്തേര് വരുന്നത്, കുട്ടിയായിട്ട് ലൊക്കേഷനിൽ വരുന്നത്. അപ്പൊ പല സമയത്തോട് പറയും എന്റെ ഉമ്മ കാണലട്ടാ, ബെഡ് പൊക്കുന്ന സമയത്ത് ഇതിന്റെ ഉമ്മ കണ്ട പ്രശ്നമാണ്. അപ്പൊ ഇല്ലില്ല കാണാന്ന് ഉമ്മമാരുടെ ഭയങ്കര റിസ്ക് എടുത്തിട്ടുണ്ട്. കാരണം ഭയങ്കര വെയിറ്റ് ഉള്ള ബെഡായിരുന്നു, ഒരു 20 കിലോ എന്തായാലും മേലുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇത് ഇങ്ങനെ പിടിച്ച്, അതായത് ഇപ്പൊ വിജിച്ചേച്ചും സൂറാത്തയും ഷംലയും ഫാത്തിമയും പിടിക്കുമ്പോൾ രണ്ടുപേരും പിടിക്കേണ്ട കിടക്കണത്. അപ്പൊ ഇത് പിന്നെ അതില് ഫാത്തിമ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ച് അവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്, ഇത് ഫുൾ ടൈം ബെഡുമല്ല. കാരണം അത് കഴിച്ചിട്ട് വയ്യട്ടാന്ന് പറയാൻ പറയും. ഞാൻ പിന്നെ കാര്യം ചെയ്തു, ഞാൻ അതിന്റെ പഞ്ഞൊക്കെ കുറച്ചിട്ടുണ്ട്, പഞ്ഞെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് കുറഞ്ഞിരിക്കണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പുള്ളി ഇതിനെ വിശ്വസിപ്പിച്ചിട്ടാണ് ഇത് എടുപ്പിക്കണത്. പക്ഷെ ഫുള്ളും ഇപ്പൊ ഒരു സീനൊക്കെ വെച്ചാല് താഴത്തുനിന്ന് ഇങ്ങനെ ബെഡ് മേലെ കയറ്റിയേക്കണം. അത് അപ്പം ആദ്യം പറഞ്ഞു ഞാൻ നിങ്ങൾ കയറ്റിട്ടാന്ന് പറഞ്ഞു. 37 കാനം പിടിച്ചിട്ട് ഒറ്റ കയറ്റാണ്ട് കയറ്റി. അത്ര വെയിറ്റ്. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ലേ കയറ്റേണ്ടത്, നമുക്ക് ആ ഫുൾ പെയിൻ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ കയറ്റുന്ന സാധനമൊക്കെ എങ്ങനെ അവിടെ വെച്ച് ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ഇവിടെ വെച്ച്. അപ്പൊ അങ്ങനെ പിന്നെ അടുത്ത ഷൂട്ട് കയറ്റി. അപ്പൊ ഈ സാധനം 37 ആ പവറിൽ തന്നെ ഒറ്റക്ക് എടുത്തിട്ട് എടുക്കുന്നത് അത്രയും ഇതായി 37 ബെഡ് നമ്മൾ കളക്റ്റഡ് ആയി. ഭയങ്കര വെയിറ്റ് എത്രയെന്നുള്ള കാര്യം എന്റെ ഒരുപാട് എനിക്ക് നല്ല ഇത് തന്നിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചില സമയം കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് ഷംല നമ്മോട് ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ നന്നാവുന്നുണ്ട്, ഇങ്ങനെയും കൂടി ആക്കിയൊക്കെ നോക്കുന്ന നല്ല നിർദ്ദേശങ്ങളൊക്കെ തരും. സ്പോട്ട് എഡിറ്ററിൽ നിന്നാണല്ലോ ഒരു ഫിലിം മേക്കറിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള ഒരു കഥ മനഃപൂർവ്വം തയ്യാറാക്കുകയായിരുന്നോ, അതായത് അങ്ങനെ ഒരു സിനിമ തന്നെ ആദ്യം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തില്, അല്ലെങ്കിൽ എഴുതി വന്നപ്പം ആ കഥ സംഭവിച്ചു പോവുകയായിരുന്നു? അല്ല, അങ്ങനെയല്ല സംഭവം. ഇത് ഞാൻ കുറച്ചു കാലങ്ങളായിട്ട് സിനിമ
ഡയറക്റ്റ് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് ആ എൻ്റെ ഓൾറെഡി എഴുതിയ സിനിമകൾ ചെയ്യാന്നുള്ള പ്ലാനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രൊഡക്ഷനെ മീറ്റ് ചെയ്യലും ആർട്ടിസ്റ്റിനെ കഥ പറയാൻ പോലും ഇതൊക്കെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എത്ര കാലം ഇങ്ങനെ അപ്പോൾ ഇതിന് പിന്നാലെയാണ് നമ്മൾ. അപ്പോൾ വീട്ടുകാരിങ്ങനെ ഇങ്ങനെ എന്താണ് ഒന്നും ആവണില്ല എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനായിട്ട് എടുത്ത ഡിസിഷൻ ഒരു പടമെങ്കിലും ചെയ്യണം എന്നുള്ള സ്വന്തമായിട്ട് സിനിമ ചെയ്യാന്നുള്ളത് തന്നെയാണ് എൻ്റെ അൾട്ടിമേറ്റ് സാധനം. എന്തുകൊണ്ട് എനിക്ക് സിനിമ ചെയ്തുകൂടാന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഫസ്റ്റ് പോയിട്ട്. അപ്പം ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം ആലോചിച്ചത് അതിന് പറ്റിയൊരു കഥയാണ്. അതായത് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ചുറ്റുപാടിൽ എനിക്ക് എൻ്റെ ഇതിൽ നിൽക്കുന്ന രീതിയിൽ സിനിമ ചെയ്യണം. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് വന്ന ടൈറ്റിലാണ് ശരിക്കും ഫസ്റ്റ് ടൈറ്റിലാണ് കിട്ടിയത്, ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളത്. ആ ടൈറ്റിൽ വന്നതും ഒരു സോഷ്യൽ മീഡിയ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, ഒരു 2 താത്തമാരുടെ ഡാൻസ് കളിക്കണേ. അപ്പം അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്ത് ഫെമിനിറ്റികൾ. അപ്പം ഞാനത് എങ്ങനെ പറയണത്, നമ്മളത് കണ്ടിട്ട് ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ആസ്വദിച്ചത്. അതിന് അടിയിൽ നിന്ന് ഇങ്ങനെ കമന്റ് ഇടും. അപ്പം ഇവിടെ നിന്നാണ് എനിക്ക് ആ ടൈറ്റിൽ കിട്ടിയത്. ടൈറ്റിൽ കിട്ടിയിട്ട് ഞാൻ ഈ സാധനം വെച്ചിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അപ്പോഴാണ് എൻ്റെ താത്താൻ്റെ ഒരു ഇൻസിഡന്റ് നടക്കണത് വീട്ടിൽ. ഇങ്ങനെ താത്താൻ്റെ കുട്ടി ബെഡിൽ മൂത്രയിക്കണ്. ഞാൻ നിൽക്കാൻ പോയത് അവിടെ ഒരു ദിവസം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീക്കണ എൻ്റെ താത്ത ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക താത്താൻ്റെ കുട്ടീനെ, ബെഡിൽ മൂത്രയിച്ചില്ല അങ്ങനെ പറഞ്ഞിങ്ങനെ ചീത്ത കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് താത്ത പറഞ്ഞ രണ്ട് ഡയലോഗാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അത് മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടിരിക്കണ ബെഡായിരുന്നു, പിന്നെ അതിൻ്റെ മണം പോകില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് 37 ബെഡും ഏറ്റിയിട്ട് പുറത്ത് പോയിട്ട് വെയിലത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഓളെ എത്രത്തോളം ബെഡിനെ കെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു വിഷമ മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടുനടക്കുന്ന ബെഡിന് എത്ര കാലം ഇതിന്റെ മണം പാപ്പന് എത്ര കാലം മണം നോക്കണം. അപ്പൊ ഈ സാധനമൊക്കെ എന്തൊക്കെ കണക്റ്റായി. അപ്പോഴാണ് ആ ബെഡിന്റെ ഒരു ഫാക്ടറി എനിക്ക് അതിൽ വർക്കായത്. അങ്ങനെ ഞാൻ ആ സാധനം സ്ക്രിപ്റ്റ് എഴുതി അവസാനം ഫെമിനിച്ചി ഫാത്തിമയിലോട്ട് എത്തിയത്. അങ്ങനെയാണ് സംഭവിച്ചതാണ്. പക്ഷെ ആ മെത്തയാണ് ഒരു ഫെമിനിസ്റ്റിലേക്ക് ഫാത്തിമേനെ എത്തിക്കുന്നത് അല്ലേ? ആ മെത്ത വന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമയുടെ കഥാപാശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കൊരു വളരെ സാധാരണമായിട്ട് തോന്നുന്നത്. ബേസിക്കലി വെച്ചാല് അവിടെ ഫാത്തിമ അത്രയും കാലം ജീവിച്ച ജീവിതം ഫാത്തിമക്ക് ഓക്കെയാണ്. ഫാത്തിമ അതില് മീൻസ് ഫാത്തിമക്ക് അറിയണില്ല ഇതിന്റെ ഞാൻ എന്റെ ലൈഫ് ഇതാണ് എന്ന് ചിന്തിച്ചിട്ടാണ് 37 ജീവിക്കണത്. പല ആളുകൾ അങ്ങനെ തന്നെ. അപ്പൊ 37 ഒരു ബ്ലോക്ക് കിട്ടിയപ്പോഴാണ് ഇയാള് തിരിച്ചറിയണത്. ആ ഒരു മീഡിയ ആയിട്ടാണ് ആ ബ്ലോക്ക് പോയിന്റ് ആണ് ശരിക്കും അതിന്റെ ശേഷമാണ് 37 റിയലൈസ് ചെയ്തത് പല കാര്യങ്ങളും. 37 വീട്ടിലെത്രത്തോളം പുള്ളി ഇമ്പോർട്ടന്റ് ആണ്. 37 ഒക്കെ അതിന്റെ ശേഷമാണല്ലോ. അതൊരു 37 ഒരു കറക്റ്റ് ലൈഫ് ഇങ്ങനെ ഒരു പ്രശ്നമില്ല ഒന്നുമില്ല റൊട്ടീൻ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ. അവിടെ തന്നെയാണ് റിയലൈസ് ചെയ്യുന്നതും സാമ്പത്തിക സ്വാതന്ത്ര്യം ആണ് വേണ്ടത് എന്നുള്ളൊരു. അതേപോലെ ഉസ്താദിലേക്ക് എത്തുമ്പോ നമ്മളിങ്ങനെ നമ്മുടെ ചുറ്റുപാടിലൊക്കെ കാണുന്ന ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് എത്താൻ എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്തു എന്നുള്ളത് ഞാൻ വല്ലാതൊന്നും ഒരുങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം, ഞാൻ മലപ്പുറത്തുകാരനായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. പക്ഷെ ഇവരുടെ ജീവിത സാഹചര്യങ്ങളോ ഉള്ളിലുള്ള സംഭവങ്ങളോ അങ്ങനെയൊക്കെ വല്ലാതെ ഒന്നും അറിയുന്നില്ല. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടിലുള്ള കുട്ടികളൊക്കെ മദ്രസ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അവർ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടേ. ആ കഥകളൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് അന്നൊക്കെ ഭയങ്കര പേടിയുണ്ട്. ഇങ്ങനെ കഥകളൊക്കെ കേട്ടിട്ടേ മുടിനാരിൻ്റെ കാര്യങ്ങളും മറ്റേതൊക്കെ എഴുന്നേറ്റും അതിൽ നരകത്ത് പോകണം അങ്ങനെ കഥകളൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ. പിന്നെ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടർ ഏകദേശം ഒരു പിടുത്തം കിട്ടും എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ ഭയങ്കര ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്യാരക്ടറിനെ കുറിച്ചിട്ട്. എനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ആയിരിക്കണം, ആ വേറെ രീതിയിൽ പോയി കഴിഞ്ഞാൽ സംഗതി മാറുന്നൊക്കെ. അങ്ങനെയൊന്നും പോവാതെ തന്നെ വളരെ മൈന്യൂട്ടായിട്ട് തന്നെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആണധികാരത്തിന്റെ ഒരു പശ്ചാത്തലമാണല്ലോ അതിലുള്ളത്. അത് കാണിക്കുമ്പോൾ പോലും മറ്റ് സിനിമകളിൽ കാണുന്ന പോലെ ഒരു ഭയങ്കര എന്താ പറയാ ഒരു ഉറച്ച ഡയലോഗോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷെ അതിനകത്ത് കൃത്യമായിട്ട് അതാണ് കൃത്യമായിട്ട് പറഞ്ഞതും. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ സംശയം ചോദിച്ചത് അത് തന്നെയാണ് ചോദിച്ചത്. ഇങ്ങനെ പിടിച്ചാ പോരെ എന്നുള്ള ലെവലില് അപ്പൊ ഇങ്ങനെ തന്നെയാണ് പിടിക്കേണ്ടത്. അതിനുവേണ്ടി ആരോടെങ്കിലും സംസാരിക്കോ, ആ രീതികൾ മനസ്സിലാക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അല്ലെങ്കിൽ സംവിധായകനും തമ്മിലുള്ള സംവാദം മാത്രമേ? സംവിധായകനോട് മാത്രമേ ഞാൻ കാര്യം കിട്ടും, അല്ലാണ്ട് ഞാൻ പുറത്തുള്ള ഒരാളൊരു കറക്റ്റ് ഒരു ഇതുണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ഇന്ന മീറ്റർ ആണ്, കാരണം അതിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ തല്ലാത്ത എന്തുകൊണ്ടാന്ന് പറയുമ്പോ മതം സമ്മതിക്കില്ല. അപ്പൊ മതം എന്നുള്ള സാധനം ഇങ്ങനെ നിൽക്കുന്നുണ്ട് 30 മേളില്. അപ്പൊ ഇതിന്റെ മേലോട്ട് പുള്ളി പോവാ ഒരിക്കലും പുള്ളി റെഡി ആവില്ല. അപ്പൊ ആ മീറ്ററിൽ പിടിച്ചിട്ടേ പുള്ളി പോവുള്ളൂ. കാരണം പുള്ളി അങ്ങനെ ഒരു ഇപ്പൊ നമ്മളെ പടത്തിൽ അഷ്റഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു വില്ലനോ ഒന്നുമല്ല.
പക്ഷെ പുള്ളി കാലങ്ങളായിട്ട് ശീലിച്ച രീതി പുള്ളി ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ അടിക്കാ ഫാത്തിമ കൈ പോകാത്ത പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി പോകുന്നുണ്ട്, പക്ഷെ ചെയ്യൂല, അടിക്കില്ല. അതായത് അത് അതിന്റെ അപ്പുറം പോകണ്ടെന്നുള്ളത് അയാളെ മതത്തിൽ വിശ്വസിക്കുന്നോണ്ട് അയാൾ ആ മീറ്ററിൽ പോവാണ്. അങ്ങനത്തെ ഒരാൾ അത് പക്ഷെ അത് വിജയിച്ചു എന്നുള്ളത്. വളരെ ന്യൂട്രലായിട്ട് ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇയാള് ഫോളോ ചെയ്ത രീതികൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അത്രേ ഉള്ളൂ. അയാൾ പഠിച്ചതും വളർന്നായിട്ടുള്ള ചുറ്റുപാട് സാഹചര്യം വലുതായി കഴിഞ്ഞപ്പോ അയാൾക്ക് നിവൃത്തികേടാണ് ശരിക്കും പറഞ്ഞാല്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് സമൂഹം മൂപ്പരെ നോക്കി കാണുന്ന ഒരു ഇതുണ്ട്. മൂപ്പര് പറയുന്നുണ്ട്, ഞാൻ പറയണത് കേൾക്കുന്ന ആൾക്കാരാണ് നാട്ടിൽ മുഴുവൻ, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ വിലയില്ല. അപ്പൊ അത് കണ്ട് മൂപ്പര് നല്ല മനുഷ്യൻ തന്നെയാണ്, മക്കളെ നോക്കുന്നുണ്ട്, ഭാര്യനെ നോക്കുന്നുണ്ട്, പക്ഷെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നോക്കുന്ന ഒരാളാണ്. അറിയണില്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഫാത്തിമകളുണ്ട്, അത് എല്ലാ മതത്തിലും. ഇത് ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബ പശ്ചാത്തലം എടുത്തു, അതിലെ പുരുഷാധിപത്യ പ്രവണതകളെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അതൊരു ആക്ഷേപഹാസ്യത്തിലൂടെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഗൗരവവും ഈ ആക്ഷേപഹാസ്യവും അതിന്റെ ഒരു സാമൂഹിക പ്രസക്തിയും എല്ലാം കൂടെ എങ്ങനെയാണ് ചേർത്ത് വെച്ചത് എന്നുള്ളത് അത് എനിക്ക് ഓൾറെഡി സ്റ്റാർട്ടിങ് പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം, അതൊരു ഫെസ്റ്റിവൽ പടമായിട്ടുള്ള ഒരു അവാർഡ് സിനിമ എന്ന രീതിയിൽ മാത്രമേ ഇതിന് ലേബൽ ചെയ്യപ്പെടരുത് എന്നുള്ളൊരു ആഗ്രഹം ഫസ്റ്റ് ഉണ്ട്. പിന്നെ ഞാനത് ബേസിക്കലി ഇതൊരു ഞാൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതൊരു നമുക്കൊരു അവാർഡ് പടമായിട്ട് ഷൂട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു സ്ലോ പേസ് പടം ഷൂട്ട് ചെയ്യാം, അങ്ങനത്തെ ചിന്തയില്ല. ഒരു സിനിമ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ബേസിക് ചിന്ത. അപ്പൊ അത് സിനിമ ചെയ്യാൻ ഞാൻ എപ്പോഴും നോക്കുന്നത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം, ആൾക്കാരെ അതിൽ ഇരുത്തണം, അവരെത്താം. അപ്പൊ അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഞാൻ അതിലൂടെ കണ്ടന്റ് പറഞ്ഞ്, അപ്പൊ അതിന് ഏറ്റവും വലിയ പോയിന്റ് ഈ ഹാസ്യം എന്നുള്ള സാധനം ഞാൻ അതിൽ ഇതിന്റെ സ്ക്രിപ്റ്റിൽ ഞാൻ ഓൾറെഡി ട്യൂഷൻ വീട് പോലത്തെ വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ ഞാൻ കുറച്ച് ഫണ്ട് പരിപാടി കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് വന്നത് ഇഷ്ടമാണ് ഫണ്ട് പരിപാടി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചാണ്. അപ്പൊ ആൾക്കാർക്ക് ഒന്നുകൂടെ ഇപ്പൊ ഒരു ആസ്വദിച്ചുകൊണ്ട് അതിന്റെ കണ്ടന്റിനെ മനസ്സിലാക്കാൻ പറ്റും ഒന്നുകൂടെ ഈസി ആയിട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ പടം കണ്ടു കഴിയുമ്പോഴടക്കം ആ ഒരു ഫ്രീനെസ് ഇവർക്കുണ്ട്. ആ ഒരു അങ്ങനെ ഭയങ്കര ഒരു ബലം പിടുത്തോ അല്ലെങ്കിൽ ഉള്ളില് ഭയങ്കര അതിന്റെ ഒരു ഭാരമൊന്നുമില്ല. കണ്ട് ആസ്വദിച്ച് അതിലൂടെ ആ കണ്ടന്റ് അവർ എടുത്ത് എന്നുള്ളതാണ്. ഒന്നുകൂടെ ഈസി ആയിട്ട് അതിനെ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു സീൻ പോലും തമാശക്ക് വേണ്ടി ഒരു സീൻ ചെയ്തില്ല. തമാശ ഉണ്ടാണെന്ന് പറഞ്ഞിട്ട് സീൻ ഞങ്ങളോട് ചെയ്തില്ല. അത് സീന് വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്, പക്ഷെ ഉള്ളിലൊരു സെറ്റർ കിടക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അവിടെ കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഇപ്പൊ ചില സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യൂട്ടോ, മൂപ്പര് ഞാൻ പല്ലിക്ക് ഇഷ്ടല്ലേ, പല്ലേക്കുന്നുണ്ട് ജാവത്തിന് സീനുണ്ട്, സമ്മതിച്ചു. ഒരുപാട് സീനുണ്ട് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തതിൽ ഒഴിവാക്കിയ ഏറ്റവും നല്ല ഏതെങ്കിലും ഒരു സീൻ എനിക്ക് തോന്നിയത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു വീട്ടിൽ അടുക്കള നോക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ വാസ്തു നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ നിർത്താൻ ഒരൊറ്റ ഷോട്ടാണ് മൂപ്പർ എടുത്തത്. ഒരുപാട് പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറോളം മൂപ്പർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, 1.5 മണിക്കൂർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് കാണുന്ന സമയത്ത് നോക്കിയപ്പോൾ ആ സീനുകളൊന്നുമില്ല. അപ്പൊ എന്നോട് ഞാൻ കാണുന്നില്ല, നല്ല രസമല്ലേ, അതൊന്നും വേണ്ട, നമുക്ക് ഇത് മതി അല്ലേ. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് 2 സീനുകൾ തോന്നി. ഒരു സീന് ഫാത്തിമ കുമാർജിയുടെ അഷ്റഫിന്റെ കോപം കുറക്കാൻ വേണ്ടിയിട്ട് വേറൊരു മൂലേരെന്ന് മന്ത്രിച്ചൂതിയ വെള്ളം കൊണ്ടുകൊടുക്കും. അപ്പൊ ഇപ്പോൾ അറിയാണ്ട് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കുടിച്ചോളിട്ടാണ്ട് കൊണ്ടുവച്ചിട്ട് ഫാത്തിമ അപ്പുറത്ത് ഇങ്ങനെ നോക്കും. അത് കുടിച്ചപ്പോ ഇയാള് വെള്ളം കുടിച്ചു ഫാത്തിമ ഇയാള് പറഞ്ഞ ഉടനെ തന്നെ നിൽക്കുന്നില്ല. ഫാത്തിമക്ക് പേടിയായി, കൊടുത്ത ഫലിച്ചല്ലോ മൂപ്പർക്ക് എന്താ വയ്യാണ്ടായി പോയെന്ന് അങ്ങനെയല്ലേ തോന്നി. അതൊക്കെ കട്ട് ചെയ്തു അല്ലേ, അതൊക്കെ ഒഴിവാക്കി. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സിനിമേനെ അതിനുള്ളിൽ ചുരുക്കി വെച്ചത് തന്നെയാണെന്ന് തോന്നുന്നത്. അങ്ങനെ തന്നെ വേണ്ടതും. ഞങ്ങൾ നാടകം 1 മണിക്കൂറുള്ള നാടകം ചിലപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രിം ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ ചെയ്തായിരിക്കാം. മൂപ്പര് എന്ത് ചെയ്താലും അത് വളരെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം അതിനുള്ളിലേക്ക് തന്നെ ഇപ്പൊ പുരുഷാധിപത്യ പ്രവണതകൾക്ക് അപ്പുറത്തേക്ക് മതത്തിന്റെ ഒരു ചെറിയ രീതിയിൽ മതപരമായ ന്യൂനതകളെയും കൂടെ വിമർശിക്കുന്നുണ്ടല്ലോ. അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടിയാണത്. ഇസ്ലാമോഫോബിയൊക്കെ നിൽക്കുന്ന ഒരു കാലത്ത് അതെങ്ങനെയാണ്
ഒട്ടും ആശങ്കയില്ലാതെ ചിത്രീകരിച്ചത് എന്നുള്ളതാണ്. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കണ വെച്ചാല് ഇപ്പൊ നമ്മൾ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോ നമ്മള് സിസ്റ്റത്തെ നമുക്ക് വിമർശിക്കാൻ പാടില്ല എന്നില്ലല്ലോ. നമ്മളൊരു സിസ്റ്റം നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു നമുക്ക് മോശമായ കാര്യം, നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യം അത് നമ്മൾ വിമർശിക്കണ്ടേ. അപ്പൊ അത്ര വിമർശനങ്ങൾ നടത്തുമ്പോൾ അതിന് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല നമ്മൾ അതിനെ കാണുന്നത്. ഇസ്ലാമിന് ഞാൻ അതിന്റെ പടത്തിൽ വിമർശിച്ചിട്ടുള്ളത് ആ കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള വിഷയങ്ങളെയാണ്. അത് തെറ്റാണെന്നുള്ളത് ഞാനിപ്പോ ഏറ്റവും എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ഫാത്തിമ ഷൂട്ട് ചെയ്തത് പൊന്നാനി വെച്ചിട്ടാ. അപ്പോൾ അത്രയും ഫാത്തിമനെ പോലത്തെ ഒരുപാട് ഫാത്തിമമാരുടെ ഇടയിൽ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഒരു സീനൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം നോക്കി ഇവരെ മൊത്തം ഇവരെ റിയാക്ഷൻ എന്താണെന്നുള്ള. അതായത് ഇവരൊക്കെ ഷൂട്ടിംഗ് കാണാൻ വന്നു, അല്ലെങ്കിൽ നമ്മൾ ജൂനിയേഴ്സൊക്കെ ആയിട്ട് ആർട്ടിസ്റ്റൊക്കെ ഞാൻ വിളിച്ചവരെ എല്ലാവരും വന്നിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്യണ സമയത്ത് ഒരു സീനുണ്ട്, ഒരു ഉസ്താദ് ഇങ്ങനെ പൈസ മന്ദിച്ചു പോകുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഈ താത്തമാര് ഇത് ചിരിക്കുന്നുണ്ട്. കാരണം ഇതെനിക്ക് പറ്റിയ മണ്ടത്തരാണല്ലോ എന്ന് അവര് തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഇവരുള്ളത് അന്ന് ഇത്ര കൊടുത്ത് അത്ര കൊടുത്ത്. അപ്പൊ ഇവർക്ക് തന്നെ അത് അക്സെപ്റ്റബിൾ ആണ്. ഇത് ഞാൻ ഇപ്പൊ ഈ ഫാത്തിമയിൽ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ എന്ന് പറഞ്ഞത് അത് തിരുത്തപ്പെടേണ്ടതാണ്, അത് റോങ് ആണ് എന്നുള്ളത് നല്ല ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യം ഇപ്പൊ ഈ കണ്ട ആൾക്കാർക്കും ഡെഫിനറ്റ്ലി ഇന്നലെ കണ്ട ആളുകളും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെ അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെയാണ് ഞാൻ എതിർത്തുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ എതിർക്കുമ്പോൾ ഇത് ഇസ്ലാമോഫോബിക്കാണ് എന്ന് പറയുന്നതിൽ അതിനൊരു വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വളരെ സൂക്ഷ്മമായിട്ട് വേണമല്ലോ അത് കൈകാര്യം ചെയ്യാൻ. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയും വേണം, എന്നാൽ അത് ഈ രീതിയിലേക്ക് അത് വായിക്കപ്പെടാനും പാടില്ല. അപ്പൊ അതിന് വളരെ സൂക്ഷിച്ചുള്ളൊരു കൈകാര്യം ചെയ്യലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ അങ്ങനെ ഭീകരമായിട്ട് സൂക്ഷിച്ചു. ഞാൻ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഞാൻ ഏറ്റവും നോക്കുന്നത് സാധാ ആൾക്കാരെ അവരിതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് നോക്കിയത്. അപ്പൊ അവരതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്റെ സിനിമ കാണുന്ന ആളുകൾ അതൊരു തിരിച്ചറിവായിട്ട് ഉൾക്കൊള്ളുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കുള്ളൊരു മേലുള്ള ഒരു ചർച്ച ആയിട്ട് ഇതിനെ കൊണ്ടുപോകാണ്ട് അതിന്റെ ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ തിരിച്ചറിവായിട്ട് ആൾക്കാർക്ക് കണക്ട് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. കണ്ടു കഴിയുമ്പോഴുള്ള ആളുകളുടെ ഒരു അഭിപ്രായവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ കൂടുതൽ വന്നിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. എല്ലാ ആൾക്കാരും ഇപ്പൊ ഞാനൊരു കമന്റ് വായിച്ച് ഇത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലുള്ള ആണുങ്ങളാണ് ഈ സിനിമ അവർക്കൊന്നുകൂടെ റിലേറ്റ് ആവുന്നു പറഞ്ഞതൊക്കെ, അവരൊക്കെ കാണണം, മസ്റ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഒരു കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഇതൊരു ഹാസ്യത്തിന്റെ ഇതിലൂടെ ചെയ്തതുകൊണ്ടുകൂടിയാണ്. അതെ അതെ, ഒരു സ്വാഭാവികത ഉണ്ടായിരുന്നല്ലോ. പിന്നെ വിമർശിക്കാൻ വേണ്ടി വിമർശിച്ച പോലെ ഒന്നും അല്ലല്ലോ. ഒരു അതിങ്ങനെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ നടന്നു പോവുകയാണല്ലോ, അതുകൊണ്ടായിരിക്കും അത് സ്വീകാര്യമായത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും കണ്ടന്റുകൾ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരിൽ എതിർക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കാലങ്ങളായിട്ട്. അപ്പൊ അവരിത് യൂസ് ചെയ്യുന്നുള്ള ഒരു പോയിന്റാണ് പല ആൾക്കാരിന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ അത്രയും അങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് വിമർശിക്കണ്ടേ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് വന്നത്. സത്യത്തിൽ അങ്ങനെ യൂസ് ചെയ്യപ്പെടാനൊന്നുമില്ല. ഈ പറയുന്ന ഫാത്തിമയും ഈ പറയുന്ന ഉസ്താദും ഒക്കെ എല്ലാ മതത്തിലും ഒരുവിധം ഭൂരിഭാഗം കുടുംബത്തിലും ഇന്നും നമ്മൾ ഒരുപാട് പുരോഗമനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നും കാണുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നു ഫാസിലിന് പരിചയമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ അത് ചെയ്തത് മാത്രം. സത്യത്തില് അഭിനേതാവിനെ പോലും ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. ചിന്തിച്ചിരുന്നോ അതിനെപ്പറ്റി? ചിന്തിച്ചിരുന്നത് കൊണ്ടാണ് ഡയറക്ടർ എനിക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് തന്നത്. കാരണം ആരും വേദനിപ്പിക്കാനോ ഒന്നുമല്ല, ക്യാരക്ടറാണ് അതിന്റെ. ഉസ്താദ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അയാൾ എവിടെയാണ് അയാൾ മോശപ്പെട്ട സാധനം ചെയ്തതെന്ന് അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എവിടെയും മോശപ്പെട്ടൊരു സാധനം ചെയ്തിട്ടില്ല. ഭാര്യനെ അടിച്ചിട്ടുണ്ടോ? ബെഡിൽ മൂത്രമൊഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വീട്ടിലുണ്ടാകുന്ന ചിലപ്പോൾ അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം. അതാണ് പറയുന്നത്. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും നമ്മൾ ഡെറ്റോളും കാര്യങ്ങളൊന്നുമല്ലല്ലോ ഉപയോഗിക്കുന്നത്. പോസ്റ്റ് മോഡേൺ യുഗത്തിലെല്ലാം അങ്ങനെയല്ല ചിന്തിക്കുന്ന ഒരാളല്ല. അത് മണ്ണ് വിട്ട് കഴിഞ്ഞാൽ മണ്ണ് ശാസ്ത്രീയമായിട്ട് അവർക്ക് അതിൻ്റെതായുള്ള ന്യായീകരണം ഉണ്ടായിരിക്കും. അയാൾ ഓരോ കാര്യങ്ങൾ പറയുന്നതിനും അയാൾ ന്യായീകരണങ്ങളുണ്ട്. ആ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ അത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചിന്തിച്ചത്
ഇതൊരു മതത്തിന്റെ മാത്രമല്ല എല്ലാ മതങ്ങളിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ മതത്തിൽ ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്, ഒരുപാട് തമാശകളുണ്ട്. എന്റെ വെളിച്ചെണ്ണ എന്ന് പറയുന്ന നാടകം തന്നെയാണ് സംഭവം. ഒരു ഒരു കാരണവര്, വീട്ടിലെ കാരണവര് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പിന്നെ കോഴിക്കള് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ കോഴിക്കള് കൂട്ടുപോയില്ല. മുറ്റത്ത് ചാണം പശു ഇട്ടിട്ടുണ്ട്, അത് മാരിയില്ല. ഉമ്മറത്തെ വാതിലടച്ചിട്ടില്ല. മോന്തിയാരായി. പിന്നെ മക്കള് തൈലം കൊണ്ടുവച്ചില്ല, എണ്ണ തേച്ച് കുളിച്ചിട്ടില്ല, വെളുക്കെത്തിച്ചിട്ടില്ല. ഇങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ അച്ഛൻ ക്യാരക്ടറാണ്. അപ്പൊ ഇതെല്ലാത്തിലും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ നാടകം ചെയ്തത്. ആ നാടകത്തിൽ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്ത് പെരവൻ എന്നുള്ള ക്യാരക്ടറാണ്. ഇതിൽ ഉസ്താദ് അഷ്റഫ് എന്നുള്ള ക്യാരക്ടറാണ്. ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. നാടകത്തിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് എത്തിയത്. ഈ ഒറ്റയ്ക്ക് വീടുകളുടെ ഉമ്മറങ്ങളിലൊക്കെ പോയി നാടകം ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ സ്കൂൾ കോളേജ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നെ അമേച്ചർ നാടകങ്ങൾ കേരളത്തിൽ മൊത്തം അഭിനയിക്കും. അന്നും എല്ലാ ജില്ലയിലും കോമ്പറ്റീഷൻ ഉണ്ടാവും, അമേച്ചർ നാടക മത്സരം ഉണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ ടീമായിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ പോവുകയാണ്. ഈ അഭിനയിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് റിസ്ക് എടുക്കും. കാരണം സൈക്കിൾ എടുത്ത് എല്ലാവരും വീട്ടിലും പോകും, കൂട്ടിക്കൊണ്ടുവരും. എല്ലാവർക്കും ഒരു 7 മണിക്കൊക്കെ പണി കഴിഞ്ഞിട്ട് ഒരു 8 മണിയൊക്കെ റിഹേഴ്സൽ ചെയ്യും, അല്ലെങ്കിൽ 9 മണി റിഹേഴ്സൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഞാൻ രാവിലെ ഒരു റിഹേഴ്സൽ ചെയ്യാൻ തയ്യാറാണ്. അവരെല്ലാവരും ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കണം. പിന്നെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ചിലപ്പോൾ റിഹേഴ്സൽ ഉണ്ടാകുക. 10-18 ആൾക്കാരുണ്ടാവും. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ചെറിയ വീടാണ്. ആ 18 ആൾക്കാരും വീട്ടിൽ കിടക്കാനുണ്ടാവും. എൻ്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരും, 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. നാടകത്തിൻ്റെ റിഹേഴ്സലിൻ്റെ ഗ്യാപ്പിൽ ഞാൻ പൈസ സംഘടിപ്പിക്കും. അന്നത്തെ ചിലവ് കംപ്ലീറ്റ് പൈസ വാങ്ങിക്കണം. അതൊക്കെ ഞാൻ പോയി കളക്ട് ചെയ്യും. എൻ്റെ അടുത്തുള്ള പൈസ ഞാൻ എടുക്കും. അങ്ങനെ 18 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് ഒരു അമേച്ചർ നാടകം സംഗീത നാടക അക്കാദമി മത്സരത്തിനൊക്കെ പോകുന്നത്. റഫി മംഗലശ്ശേരി എന്ന ഡയറക്റ്റ് ചെയ്തതിന് അതിൻ്റെ സ്ക്രിപ്റ്റ്. പിന്നെ എമിൽ മാധവി ഡയറക്റ്റ് ചെയ്ത സാധനമുണ്ട്. അതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ടി സുരേഷ് ബാബു സംവിധാനം ചെയ്ത നാടകങ്ങളുണ്ട്. കെ.ആർ. മോഹൻദാസ്, കോഴിക്കോടത്തെ ഒരുവിധ ആൾക്കാർ ഞങ്ങൾ ടീമായിട്ടുള്ള ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റെടുക്കുന്ന നാടകങ്ങൾക്ക് ഫുൾ ടൈം ഞാൻ ഉത്തരവാദിത്തമായിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു കൂട്ടായ്മയുള്ള നാടകം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒറ്റയ്ക്ക് നാടകം കളിക്കാം. അങ്ങനെയാണ് ജയപ്രകാശ് കുളൂർ മാഷ് എത്തുന്നതും 5-8 വർഷത്തോളമായിട്ട് ഞാൻ മൂപ്പരായിട്ട് ഇങ്ങനെ എല്ലായിടത്തും പോകും, നാടക ക്യാമ്പെല്ലൊക്കെ ചെയ്യുന്നത്. ഞാനൊരു നാടകം പഠിച്ചു. എൻ്റെ അച്ഛൻ്റെ കഥ അത് തന്നെയാണ് നാടകം, വെളിച്ചെണ്ണ. അച്ഛൻ്റെ ക്യാരക്ടറായി ഞാൻ. എൻ്റെ അച്ഛനായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു നടൻ. എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല അച്ഛൻ്റെ നടനാണെന്ന്. പക്ഷെ അച്ഛൻ ഫുൾ ടൈം അഭിനയിച്ചുകൊണ്ടിരിക്കുക. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി വരെ അഭിനയം ഒപ്പരുണ്ടാവുക. അങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട്. അത് വാസിലുണ്ടെങ്കിൽ വാസിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുക സാധനം. ഇതേപോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ നാടകം പഠിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ പോയി നാടകം കളിക്കുന്നുള്ളത്, ഇനി ആരാ നാടകം കളിക്കുക, ഞാൻ നാടകം പഠിച്ചിട്ടുണ്ട്, ആരോട് എന്താ പറയാ. അത് ഉള്ളൊരു മാഷിനോട് ഒരു തമാശയ്ക്ക് പറഞ്ഞായിരിക്കാം ചിലപ്പോൾ എടാ വീടുകളിൽ പോയി കളിച്ചോ എന്നുള്ളത്. അങ്ങനെ വീടുകളിൽ പോയിട്ട് പോയിക്കാണ് ഞാൻ അവിടെ നാടകം കളിക്കട്ടേന്ന്. 2001 മുന്നേ. അപ്പോൾ ഒരു അവിടെ ഞങ്ങളെ വണ്ടി ആളുകളൊക്കെ അവിടെ ആരും ഇല്ല. അപ്പം ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞേ. ഒറ്റയ്ക്ക് അവിടെ കളിക്കും, നിങ്ങൾ ഉമ്മറത്തുനിന്ന് കളിക്കും. അങ്ങനെ അവസാനം അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ മുറ്റത്ത് അവർ പോട്ടിക്കൊല്ലിരുന്ന് ഞാൻ നാടകം കളിക്കും. അവർ ചുറ്റുവട്ടത്തുള്ളവർ എല്ലാവരും വന്നിരിക്കും, നാടകം കളിക്കും. കഴിഞ്ഞൊരു നാരങ്ങ വെള്ളം കുറച്ച് ചിപ്സൊക്കെ കിട്ടും. പൈസയൊന്നും കിട്ടൂല. അത് കഴിഞ്ഞാൽ വേറെ നാടകം ഉണ്ടോയെന്ന് ചോദിക്കും. ആന്ന് പറയും. ചുറ്റുവട്ടത്തിൽ ആൾക്കാർക്ക് അന്ന് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താ വീട്ടിലുള്ള അമ്മമാർക്ക് കുട്ടികൾക്കൊന്ന് ഡ്രസ്സ് മാറ്റണ്ട, ഒറ്റ ഡ്രസ്സ് ഇട്ട് ഓടി വന്നിരിക്കാം. മറ്റൊരു നാടകം കാണാൻ തിയേറ്ററിലേക്കും സിനിമ കാണാൻ വേദികളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവർ തയ്യാറെടുക്കണം. ഈ തയ്യാറെടുപ്പ് ഒന്നും വേണ്ട. സുഖമില്ലാത്ത ആൾക്ക് വടി കുത്തി പിടിച്ചു തരാം, അമ്മമാർക്ക് പായിട്ട് വന്നിരിക്കാം. അമ്മമാരിത് കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ അവർ ഭയങ്കര ഒരു അല്ലാത്ത ലോകത്തിലേക്ക് പോകും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ അങ്ങനെ ഒരു നാടകമൊക്കെ കളിച്ചിട്ടുണ്ടെന്നിട്ട് മൂപ്പത്തി അതിലെ ഡയലോഗ് പറയും, അപ്പൂപ്പൻ ആ ഡയലോഗ് പറയും. അത് കഴിഞ്ഞ് നീറ്റുന്ന ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ മരത്തിന് ഒരു ഇരുത്തുണ്ട്. അറ്റ എനർജിയിൽ വന്നു പോയതാണ് തിരുന്ന്. അപ്പൊ ഇവരൊക്കെ ഞാൻ തിരിച്ചറിവുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് കാഞ്ഞങ്ങാട് നാടകം കളിക്കാൻ പോയിട്ട് ഒരു വേലിയിലേക്ക് നിന്ന് അപ്പുറത്തുള്ള ആളുകള് കുറെ നാടകം അങ്ങനെ കാണുന്നുണ്ട്. അവര് ഇവിടേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് അവരങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ മറന്നും പോയി. പിറ്റേ ദിവസമാണ് ഈ വീട്ടുകാർ എന്നെ വിളിക്കുന്നത്, നിങ്ങൾ നാടകം കളിക്കുമ്പോൾ ഞങ്ങൾ അയൽവാസികളും തീരെ വന്നിട്ടില്ലായിരുന്നു, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് തെറ്റില്ലായിരുന്നു. പക്ഷെ നാടകം കഴിഞ്ഞതിന് ശേഷം അവർ ഞാൻ പോയതിന് ശേഷം അവർ വീട്ടിലേക്ക് വന്നു. അവരൊന്നായിരുന്നു പറഞ്ഞത്. വലിയ സംഭവം ഒന്നല്ല, ഒരു ചെറിയ നിമിത്തം. ആ നാടകത്തില് സംഭവം അതായിരുന്നു. വേലിക്ക് അപ്പുറത്തുള്ള ഏട്ടൻ്റെ അഞ്ചൻ്റെ കഥയായിരുന്നു തെറ്റി കളിക്കുന്നത്. എങ്ങനെയായിരുന്നു ആളുകളുടെ ഒരു സ്വീകാര്യം? ഇത് പിന്നെ സ്വന്തം പ്രദേശത്ത് മാത്രമാണോ അതോ വേറെ വേറെ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള പല 1001 നാടകം കളിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക്. ചില ദിവസം 9 സ്ഥലത്ത് വരെ കളിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നുമില്ല. ലാൻഡ് ഫോൺ വന്നിട്ടേ ഉള്ളൂ. ലാൻഡ് ഫോണൊക്കെ ഉണ്ടെന്ന്, മൊബൈൽ ഫോണുകളൊന്നും ഇല്ല. ഞാൻ എന്നിട്ട് എല്ലാ വീടുകളിൽ നിന്നും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലൊക്കെ കളിച്ചിട്ടുണ്ട്. അന്ന് ഫാബിത്താത്തൊക്കെ ഉണ്ടായിരുന്നു.
മമ്മൂക്കൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു 1001 നാടകം. TRS ഒക്കെ ആയിരുന്നു ഉദ്ഘാടനം, വലിയൊരു ഫംഗ്ഷനെ കോഴിക്കോട്. അന്ന് ഇതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതാനോ അങ്ങനെയൊന്നുമില്ല, അന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു വാർത്ത. ആ സംഗീതാടനയ്ക്ക് ഞാൻ ഈ കംപ്ലീറ്റ് പുസ്തകം കൊണ്ടുകൊടുത്ത്, അതായത് ഓരോ വീടുകൾ കളിക്കുമ്പോഴും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എഴുതി ബുക്ക് ഞാൻ സംഗീത നാടക അക്കാദമിയിൽ കൊണ്ട് ഏൽപ്പിച്ചു. വെറുതെ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നുണ്ടെന്ന് അവരെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നാടകക്കാരൻ അങ്ങനെ ഇതിലോട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല അവര്. പക്ഷെ എനിക്ക് ഒക്കെ സിനിമയിൽ നിന്ന് കിട്ടി, ഒറ്റ സിനിമയിൽ കൂടെ അന്ന് പണിയെടുത്തതിനൊക്കെ ഇപ്പോഴായിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. എന്റെ ചോദ്യം എന്തായിരുന്നു വെച്ചാല്, ഈ വീടുകൾ എന്ന് പറയുന്നത് അവർക്ക് പരിചയമില്ലാത്ത ഒരാളാണല്ലോ വന്നിട്ട് നാടകം കളിക്കട്ടെ, അപ്പൊ അവരുടെ ഒരു അതിനോടുള്ള ഒരു രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത്? തികച്ചും ഭയങ്കര എന്താ പറയുക, ചിലപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോയാൽ ഏറ്റവും വിഷമം ഉണ്ടായത്, ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി അവിടുന്ന് ഞാൻ അന്വേഷിക്കും, കവലയിൽ അന്വേഷിക്കും, ഇവിടെ എവിടെയെങ്കിലും കളിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ ചോദിച്ചാൽ അവരറിയും അവിടെ ഒരു നാടകക്കാരുണ്ട്, പ്രൊഫഷണൽ നാടകം. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ വെച്ചാൽ ഭയങ്കര സ്വീകാര്യത കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെ അയാൾ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടെ നാടകം കളിക്കാൻ പറ്റില്ല ഇപ്പോൾ. എന്നിട്ട് ഞാൻ അപ്പുറം ഒരു തറണ്ട്, ആൽത്തറ, ആ ആൽത്തറയിൽ നാടകം ഇങ്ങനെ കളിക്കുക, ആളുകളെ കൂടി ഇയാളുണ്ട് അതിനിടയിൽ നിന്നിങ്ങനെ നോക്കണം. അപ്പോൾ നമ്മളോടുണ്ടാകുന്ന സമീപനം വളരെ വ്യത്യസ്തമാണെങ്കിലും എന്താണെങ്കിലും ഞാനൊന്നും നോക്കാറില്ല. ഞാൻ കളിക്കുന്നത് തീരുമാനിച്ച് ഞാൻ കളിക്കുക ചെയ്യും. പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ചോദിച്ചിട്ടുണ്ട് 30 ചോദിച്ച ചോദ്യം, നമ്മള് വീട്ടിലിങ്ങനെ പെട്ടെന്ന് പോകുമ്പോ അവരിത് എങ്ങനെയാണ് അപ്പൊ അവിടെ അത് നേരത്തെ പറഞ്ഞ മാതിരി അവിടെ അവരോട് സംസാരിച്ച് അവിടുത്തെ ചുറ്റുള്ള ആൾക്കാരെ കൂട്ടി അവരെ മുന്നിൽ നിന്ന് കളിക്കുന്നത് നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ പക്ഷെ എന്താ അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മളിപ്പോ ഒരു നാടകമാകുമ്പോൾ 3 ദിവസം നാടകമാകുമ്പോൾ വെച്ചാൽ എത്ര ആളുകളെ 35 ആളുകളുണ്ട് വെച്ചാൽ അവരെങ്ങനെ അത് നമുക്ക് കയ്യിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. പല ടൈപ്പിലുള്ള ആളുകളുണ്ടാവും, ഈ വീട്ടിൽ തന്നെ പല ടൈപ്പിലുള്ള ആളുകളുണ്ടാവും, ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും, പിന്നെ ഏതാണ് എന്താണ് ഒക്കെ സംശയങ്ങളായിരിക്കില്ലേ. പക്ഷെ നമ്മൾ അവരായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഒരു കലാകാരനാണ്, അയാൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് നാടകം കഴിയുമ്പോഴേക്കും മനസ്സിലാവും ആ നാരങ്ങ വെള്ളവും ചിപ്സും കിട്ടുമോ മനസ്സിലാവും. അതിനുശേഷം സംസാരിക്കുമ്പോൾ അവരെല്ലാം ഷെയർ ചെയ്യാൻ തുടങ്ങും നമ്മളോട്, നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഏകദേശം ഒരു സത്യസന്ധമായിട്ടുള്ള സമീപനമാകുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഓക്കെ, നാടകം നമ്മള് എല്ലാരും ഇന്നാക്കും, ഒറ്റക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നാടകങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടല്ലോ അല്ലെ, പണ്ടും. അതെ, പിന്നെ അതുപോലെ നമുക്ക് റിയാക്ഷൻ ഇവിടുന്ന് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് റിയാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത സീനിൽ ഒരേ സമയം നമ്മൾ ഫുൾ കോൺഷ്യസ് ആണ്, ഒരു സെക്കൻഡിൽ നമ്മൾ കോൺഷ്യസ് അല്ലാണ്ട് നമ്മൾ ചെയ്യും. അതേസമയത്ത് നമ്മൾ കോൺഷ്യസ് ആയതുകൊണ്ട് ചില സന്ദർഭമുണ്ട് ഓഡിയൻസിന്റെ പൾസ് എന്താണെന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും. ചില ആൾക്കാർ അവിടെ നിന്നിട്ട് ശബ്ദം ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും അയാൾ ഒന്ന് പോകേണ്ട വെച്ചാൽ അയാൾ നിർക്കാനൊക്കെ ഒരു കാര്യം ചെയ്യും നാടകത്തിന്റെ ഇടയിൽ കൂടെ. നാടകത്തിനിടയിലൂടെ പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്? കുറെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും എല്ലാം ശ്രദ്ധേയായിരുന്നു എന്നുള്ളതാ. ഇങ്ങനെ ഒരാൾ ആ സിനിമയിലുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നാടകം അഭിനയിക്കുന്നവർക്ക് മോഹമുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നത്, പക്ഷെ നമ്മളൊക്കെ അറിയാതെ അത് സിനിമ എന്ന് പറഞ്ഞത് അവിടെയാണ്, ഇവിടെ നമുക്കൊന്നും പറ്റൂല, എത്തിപ്പെടാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നാടകം അഭിനയിക്കുന്ന സമയത്ത് ഒരു സംവിധായകനെ പോലും കാണാനോ അങ്ങനെ പോയിട്ടില്ല. 100% ഉറപ്പാണ് എനിക്ക് കിട്ടൂല, അത് സിനിമ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. പിന്നെ ജിയോ ബേബിയാണത് കുറച്ച് നമ്മൾ സഹായിച്ചതെന്ന് പറയാം. പക്ഷെ അയാൾക്ക് നമ്മളായിട്ട് കണക്ഷൻ ഉണ്ടായിട്ടില്ല. അയാളിൻ്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്, റോസാലിമ എന്ന് പറഞ്ഞിട്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അനീഷ്, പിന്നെ ഡോക്ടർ സജീഷ് സിത്താരകൃഷ്ണമാരുടെ ഹസ്ബൻഡ്, ഞാൻ, പിന്നെ വിനോദ്, കാലടി സർവകലാശാലയിലെ, ഞങ്ങൾ 4 കൂടി അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിം. ഇത് ജിയോ ബേബി കണ്ടിട്ടുണ്ടായിരുന്നു, ഒക്കെ മറന്നുണ്ട്. കൊറോണയുടെ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു ഫോട്ടോയും സാധനം അയച്ചു കൊടുത്തു എന്തോ ഒരു സിനിമേൻ്റെ ഇതിലേക്ക്. അത് കുഞ്ഞില മസ്ലാമണി ആയിരുന്നു. കുഞ്ഞില എന്നെ ഒരു ദിവസം വിളിച്ച് ഒന്ന് വരാൻ പറ്റുമോ വെച്ചാൽ, അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണ വെച്ചാൽ അത് വേണം, സത്യവാങ്മൂലൊക്കെ വേണം. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നൊന്നുമില്ല, എനിക്ക് ഇവിടെ പ്രശ്നമുണ്ട്, പോലീസാണ് വരില്ല എന്നൊക്കെ പറഞ്ഞാൽ വന്നിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ പോയി കണ്ട് സംസാരിച്ചു. അപ്പം എന്നോടൊരു കടക്കാരൻ വസ്ത്രവ്യാപാര ഉടമാന്നിട്ട് ഒരു ഡയലോഗേ ഉള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റിനോട് ചെയ്താൽ വെറുതെ വെച്ചിട്ട്, അപ്പം ഞാനത് അവിടെ പറഞ്ഞു. പിന്നെ ഷൂട്ടിങ്ങിന് വിളിച്ച് വളരെ അതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറെ ശ്രദ്ധയും ഞാനാണ് പ്രധാനപ്പെട്ട വേഷങ്ങളെന്ന് പിന്നേക്ക് മനസ്സിലായി. കാരണം എല്ലാ സുഖി ഷൂട്ടുണ്ടായിരുന്നു, ഒരു ഇതായിരുന്നത് എന്താ പറയുക, ആന്തോളജി ഫിലിം ആയിരുന്നു. അതിൽ ഒരുപാട് ആളുകൾ വിളിച്ച്, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിളിച്ചെന്ന് സഞ്ജയ് ബോബി ഒക്കെ റൈറ്റർ, അവർ കണ്ടിട്ട് വിളിച്ച്. പിന്നെ അതേമാതിരി തന്നെ അൻവർ റഷീദ് മെസ്സേജ് ഒക്കെ ഇട്ടു സിനിമ കണ്ടുവരണം. അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി.
പിന്നെ പിന്നെ ഭയങ്കര ആഗ്രഹമായി മമ്മൂക്കൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയാലോ, ലാൽ സാറിനോട് അഭിനയിക്കാൻ പറ്റിയാലോ, ജോഷി സാറ് സിനിമയിലൊക്കെ അഭിനയിക്കണം ആഗ്രഹിച്ചുള്ള കിട്ടി എനിക്ക്. ഈ സിനിമയിലെ ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണല്ലോ. അപ്പൊ അത് കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിൽ. പിന്നെ ചില സാധനങ്ങൾ പറയും അവിടെ നമുക്ക് അങ്ങനെ എന്തോ ഒരു സാധനം പറയണം. അങ്ങനെ വരുമ്പോൾ ഏതോ ഒരു സാധനക്ക് ബസ്സിലങ്ങോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കറക്റ്റ് സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ ഏതൊരു സാധനമൊക്കെ വരും എൻ്റെ അടുത്തുനിന്ന്. അപ്പൊ അവിടെ ഒന്ന് പിടിക്കാൻ വേണ്ടി പറയും. അപ്പൊ ഞാൻ അവിടെ ചിലപ്പോൾ മൊത്തം കോൺഷ്യസ് ആവും, എനിക്കൊരു പേടി. അവിടെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളേ. പിന്നെ അങ്ങനെ ആദ്യത്തെ ദിവസമൊക്കെ ഉണ്ടല്ലേ. പിന്നെ പിന്നെ ഇപ്പൊ ഒന്നാമത് ഇപ്പോഴുള്ള ഒരു ഭാഷാ ശൈലി നമ്മളെ ശൈലിയായിട്ട് മാച്ചാണ്. അങ്ങനെ വേറിട്ടിക്കുന്ന സാധനമൊന്നുമല്ല. ചില വാക്കുകൾ മാത്രം അങ്ങനെ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ നമ്മള് ക്ലിയർ ചെയ്ത് പോകും. പിന്നെ അവിടെ വന്നിട്ട് അവിടെ എല്ലാരും സംസാരിക്കുന്നത് നമ്മളെ ഭാഷ. അപ്പൊ മൂപ്പറാൾക്ക് പിന്നെ ആ ഭാഷയിലോട്ട് പോകാണ്ടിരിക്കാൻ പറ്റൂല. അത് നമ്മൾ സംസാരിച്ചിട്ട് മൂപ്പറാൾ ഇത് യൂസ്ഡ് ആയി. ഇപ്പൊ ഷെമിലാണെങ്കിൽ പോലും തൃത്താല, ഷെമിലെ ഇപ്പൊ പൊന്നാന്റെ അടുത്ത് തന്നെ തൃത്താല. മുപ്പത്തിരിക്ക് നമ്മുടെ ഭാഷാ ശൈലിയാണ് മുപ്പത്തിരിക്ക് ഉള്ളത്. ഇയാൾക്ക് മാത്രമേ കുറച്ച് അങ്ങുണ്ട്. ഇയാൾ കുറച്ചും കൂടെ ഒരു മാപ്പിളവൽക്കരിച്ചിട്ടുള്ള ഒരു സംസാരമാണ്. നമ്മളവിടെ അത്രക്കില്ല. കുറച്ച് മിഡിൽ നിൽക്കുന്ന ഒരു പൊന്നാന്റെ ഏരിയ അങ്ങനെ. പക്ഷെ അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്ത് പുതിയൊരാളാണല്ലോ ഇപ്പം സിനിമയിലേക്ക്. അങ്ങനെ വരുമ്പം ഇപ്പം നിലനിൽക്കുന്നവർക്ക് തന്നെ ഫണ്ട് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ പുതിയ ആള് അഭിനേതാക്കളും എല്ലാം പുതിയ ആളുകൾ. അങ്ങനെ വന്നപ്പം ഫണ്ട് ഒരു വിഷയമായിരുന്നോ? കുറഞ്ഞൊരു ബഡ്ജറ്റിനുള്ളിലേക്കും വരേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പം സിനിമ ചെയ്യുമ്പോഴും അത് ബുദ്ധിമുട്ടായി വന്നിരുന്നോ? അല്ല, ബേസിക്കലി ഞാൻ ഫസ്റ്റ് പറയുന്നത് നമുക്കൊരു സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാന്നുള്ള തോട്ടാണല്ലോ. നമ്മളിൽ ലിമിറ്റഡ് ബഡ്ജറ്റ് ആണ് ഉള്ളത്. പിന്നെ എൻ്റെ 2 സുഹൃത്തുക്കൾ പ്രൊഫഷണൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. താമർ എന്ന് പറഞ്ഞിട്ടുള്ള ആയിരത്തിനുള്ള ഡയറക്ടറാണ് താമർ. പിന്നെ സുധീഷ് കറിയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർ രണ്ടുപേരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പ്രൊഡക്ഷനിൽ. അപ്പൊ നമ്മൾ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യാന്നുള്ളതിന്റെ വളരെ നമ്മള് ക്രൂലൊക്കെ 5 പേരുണ്ടായിരുന്നുള്ളൂ. ഞാനും എൻ്റെ ക്യാമറമാൻ, എൻ്റെ 2 അസിസ്റ്റൻസ്, ക്യാമറ അസിസ്റ്റന്റ്, 5 പേരാണ് ക്രൂ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. മൊത്തത്തിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാന്ന് ആലോചിച്ച് മൊത്തം പ്ലാൻ. ഇപ്പൊ എന്റെ വീട്ടിലാണ് എല്ലാവരും ഉറങ്ങിയിരുന്നത്. എല്ലാവരും ഇപ്പൊ എന്റെ വീട്ടിൽ രാവിലെ ഫുഡ് ഉണ്ടാക്കും. ഉച്ചക്ക് ഞങ്ങൾ അവിടുത്തെ ലൊക്കേഷനത്തെ വീട്ടിൽ നിന്ന് ആണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ മുന്നേ ട്യൂഷൻ വീട് വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു പരിപാടി അറിയാം. എങ്ങനെ നമുക്കൊരു പരിപാടി ഇങ്ങനെ ചുരുക്കി എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള സാധനം എനിക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ സാധനം ഇതിൽ അപ്ലൈ ചെയ്ത് എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ടെക്നിക്കലായിട്ട് അതിനെ താഴ്ത്താനും പോയിട്ടില്ല. എല്ലാ വേണ്ട സാധനങ്ങൾക്കൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിലും നല്ല ടെക്നീഷ്യന്മാരെ കൊണ്ട് തന്നെയാണ് നല്ല രീതിയിലാണ് ചെയ്യിപ്പിച്ചത്. ഭയങ്കര റിസ്ക് ആയിരുന്നു. നമ്മൾ എങ്ങനെ ഇതിന് എത്ര ബഡ്ജറ്റ് ഇട്ടിട്ടും ഇനിയിപ്പോൾ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ പോലും ഇതെങ്ങനെയാണ് ഇനി നമുക്കതിന്റെ റിട്ടേൺസ് വരാന്നുള്ളതൊന്നും ഒരു ആൾക്കും ഒരു ധൈര്യം ഇല്ല ചെയ്യാനായിട്ട്. കാരണം പുതിയ ആൾക്കാരാണ്. ഇതെങ്ങനെ വർക്കാവും? ഫസ്റ്റ് നോക്കുന്നത് തിയേറ്ററിലാണ് റിലീസ്. തിയേറ്ററിൽ ഇവരെങ്ങനെ ആൾക്കാർ ഈ പടം കാണാൻ വരും? അപ്പൊ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഇതിൽ നമുക്കൊരു ധൈര്യം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരു നമുക്ക് ഇതിൽ ലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനതിൽ ലിമിറ്റഡ് എന്ന് ഞാൻ പറയുമെങ്കിൽ പോലും, പക്ഷെ ഞാൻ ഒരിക്കലും അതിൽ ഇപ്പൊ നമ്മൾ പടം കാണുമ്പോൾ അത് ലിമിറ്റഡ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തില് വാസിനോട് എന്തൊക്കെയാ അല്ല ഇന്നിപ്പോ ചിക്കൻ എന്തൊക്കെയുണ്ട്, അപ്പൊ ബീഫ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഇയാളിലൂടെയാണ് പോകുന്നത്. ഒറ്റയാളുടെ രാത്രി ഷൂട്ടിനിടുന്ന ചോദിക്കുക വാസിനോട് ചോദിക്കുക, മുസ്തഫ അല്ലെങ്കിൽ അജയ് അഗ്നയം വന്നേക്കും, രാത്രി ഇപ്പൊ എന്താ വേണ്ട, ചപ്പാത്തിയാണ് അത് പൊറോട്ടയാണ്, ഈ ഷൂട്ടിനിടയിൽ ഇന്നലെ പൊറോട്ട 5 പൊറോട്ട 6 8 12 ഇതൊക്കെ ചെയ്യും. മനസ്സിലാക്കി അവിടെ എത്ര ഫുഡ് വേണം. ഈ പരിപാടിയൊക്കെ രാവിലെ ചെയ്യുമെങ്കിൽ പോലും ഞാൻ അന്ന് ഷൂട്ട് ചെയ്തത് ഞാൻ അന്ന് എഡിറ്റ് ചെയ്ത് നാളത്തേക്കുള്ള എഴുതാനുള്ളത് ഒന്നെങ്കിൽ അന്ന് എഴുതും, അല്ലെങ്കിൽ രാവിലെ ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ലൊക്കേഷനിലെത്തും. പിന്നെ കണ്ടിട്ടാണ് അവിടുത്തെ വീട്ടുകാർ എണീക്കുക. ഞാൻ മുമ്പാരത്ത് വന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാനത് എഴുതി തീർത്തിട്ടാണ് പിന്നെ അത്ര നേരം ബിസി ആയി നിൽക്കുക എന്നുള്ളത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എല്ലാവരും നമ്മൾ ചോദിക്കുന്നത് ഇഷ്ടമുള്ള പരിപാടിയാണ് എല്ലാവരും. അല്ല അത് ഞാൻ കണ്ടിട്ടേ ഞാനങ്ങനെ അത്ഭുതപ്പെടും. ഞങ്ങൾ നാടക അതേമാതിരി ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര അസ്വസ്ഥനാണ്. അഭിനയത്തിന് പഠിക്കാനുള്ളത് പഠിക്കണം, പിന്നെ ഈ ആർട്ടിന്റെ സാധനങ്ങൾ വേണം, ക്യാഷ് റോൾ ചെയ്യാനുള്ള റോൾ ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഞാൻ തന്നെ മെയിനായിട്ട് അഭിനയിക്കണമുണ്ട്. ഞാൻ ഭയങ്കര അസ്വസ്ഥനാണ്. അപ്പൊ ഞാനതിങ്ങനെ ആലോചിക്കും, ഇയാൾ ഇതെങ്ങനെ ഇതെല്ലാം കൂടി ചെയ്യണം, പാവല്ലേ. ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ. ഫെമിനിച്ചി എന്ന പദം പൊതുവെ ഇവിടെ സ്ത്രീപക്ഷവാദികളെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതാണ് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്.
അതിലൊരു ആശങ്ക ഉണ്ടായിരുന്നോ? കാരണം അത് എങ്ങനെ ആളുകളിലേക്ക് കണക്ട് ആവും എന്നുള്ളത്. ഇല്ല, ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ഈ ടൈറ്റിൽ തന്നെയാണ്. ഞാനത് പോസിറ്റീവ് രീതിയിലാണ് കണ്ടത്, അപ്പോഴാണ് കിട്ടി. ഞാൻ അന്ന് ആ കമന്റ് വായിച്ചപ്പോ അവര് അവിടെ രണ്ട് താത്തമാര് ഭയങ്കര രസകരമായിട്ട് അവർ ആസ്വദിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അതിൻ്റെ അടിയിൽ ഒരാൾ വന്നിട്ട് കമന്റ് അടിക്കുകയാണ്. അതൊരു പിന്തിരിപ്പ് ചിന്താഗതിയാണ്. അപ്പൊ ഞാൻ പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത് ഇയാള് ഫെമിനിറ്റി എന്ന് വിളിക്കുമ്പോൾ അവർക്കൊരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്നുവെച്ചാല് ഈ ഫെമിനിറ്റി എന്നുള്ള ഇവരെന്തിനാ അങ്ങനെ വിളിക്കണത്? ഒരു നോർമലി ഇപ്പൊ നമ്മള് പൊതുബോധത്തിൽ ഒരു സ്ത്രീ ഒന്ന് ആ ചട്ടക്കൂടുകളിൽ നിന്നൊക്കെ ഒന്ന് പൊളിച്ച് മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ, ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരാളെ ഫെമിനിറ്റി എന്ന് വിളിക്കുന്നത്. വേറൊരു സാഹചര്യം വെറുതെ വിളിക്കൂല, അങ്ങനെ ഫെമിനിറ്റി എന്ന വാക്ക് ഉപയോഗിക്കണില്ല. വേറൊരു സാധാ സ്ത്രീനെ അല്ലെങ്കിൽ നോർമലായിട്ട് ലൈഫ് ജീവിക്കുന്ന ഒരാളെ ഇവര് ഫെമിനിറ്റി എന്ന് വിളിക്കോ? ഇല്ല. ഇവര് ഫെമിനിറ്റി എന്ന് വിളിക്കണ ആരെയാണ്? ഇത്തരം ഇങ്ങനത്തെ അവരാണ്. അപ്പൊ അംഗീകാരമായിട്ടാണ് ഞാനത് കണ്ടത്. അപ്പൊ ആ ഒരു പ്ലസ് മൈൻഡിലുള്ള പോയിന്റ് തന്നെയായിരുന്നു എനിക്ക്. ഞാൻ അവസാനം വരെ ഞാൻ ഈ പേര് മാറ്റി പല ആൾക്കാരോട് പറഞ്ഞ പേരൊന്ന് മാറ്റാ, ഫെമിനിറ്റി മാറ്റിയിടുന്ന ഫെമിനിസ്റ്റ് ആക്കിക്കൂടെ നടക്കാൻ അവരോട്. പക്ഷെ ഞാൻ അതിൽ ഉറച്ചു നിന്നൊക്കെ ഫെമിനിസ്റ്റ് ഫാത്തിമ തന്നെ വേണം എന്നുള്ളതിൽ അത് കണക്ട് ചെയ്യുന്നുള്ള എനിക്ക് തോന്നുന്നു. ആ പേരിന്റെ ഒരു പൊതുബോധത്തിലുണ്ടായിരുന്ന ആ പേരിനെ ഒന്ന് തിരിക്കാൻ പറ്റിയെന്നൊക്കെ ഒരു പറ്റിയെന്നൊക്കെ തോന്നുന്നു. അപ്പൊ നൈഫ് ഓഫ് കെന്ന് കണ്ട പല ആൾക്കാരുകളും ഞാൻ ഒരു ചേച്ചിന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇനി ധൈര്യത്തിൽ പറയും ഞാൻ ഫെമിനിസ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് തന്നെ ഉസ്താദ് നീ ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പം യെസ് എന്ന് പറയുന്നുണ്ടല്ലോ. അത് കഴിയുമ്പം പിന്നീട് ഫാനിന്റെ സ്വിച്ച് ഇടാൻ അപ്പോഴും ഒരു ആശങ്കയാണ്, എന്നാലും ആ സ്വിച്ച് ഇടുന്നു. അവിടെയാണ് ഉസ്താദിന്റെ ഒരു മാറ്റം കൊണ്ടുവന്നത്. ആ ഒരു മാറ്റം ആളുകൾക്ക് ഫീൽ ചെയ്യാൻ അത്രയും മതി എന്ന് ഉറപ്പായിട്ട് അത് മതി എന്നുള്ളതാണ്. കാരണം അപ്പൊ തൊട്ട് അതിനെ അവള് ഏറ്റവും കൂടുതൽ ലോക്കായി കിടക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ്. ആ പോയിന്റ് ഇവള് തിരുത്താണ്. അപ്പൊ അയാൾക്ക് അപ്പൊ മനസ്സിലായി ഇതിപ്പോ നമ്മള് ഇനി അങ്ങനത്തെ അവസാനം കൺഫ്യൂഷനായി. പക്ഷെ ഞാൻ ഇനി ഇത് ഇടുന്നത് ഇവള് ആ സ്വിച്ച് ഇടാന്ന് പറഞ്ഞത് പോയി ഇങ്ങനെ നിന്ന് പിന്നെ കൺട്രോളിൽ നിന്ന് പോയി എന്നുള്ളതാണ്. ഇയാളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആ ഭാഗം സത്യത്തില് അത് അവിടെ തന്നെയായിരുന്നു നിൽക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മളെ ഫാനിനെ നമ്മള് പടത്തിൽ മൊത്തത്തിൽ പ്ലേസ് ചെയ്തുള്ളത് തന്നെ ഇയാളുടെ ഒരു അധികാരത്തിന്റെ ഒരു അങ്ങനെ അത് തിരുത്തപ്പെടുക. ഇയാൾ കൺഫ്യൂഷൻ അങ്ങനെ. പിന്നെ ആ പേര് പറയുമ്പോ ഫാത്തിമ അടുത്തുണ്ട് ഈ ഫെമിനിസ്റ്റ് ആണെന്ന് ചോദിക്കുമ്പോഴടക്കം ഈ ഫാത്തിമക്ക് എന്താണ് ഫെമിനിസ്റ്റ് എന്ന് അറിയില്ല, എന്താണ് ഫെമിനിസ്റ്റ് എന്ന് അറിയില്ല. അയാള് ഫാത്തിമ ആദ്യം കേൾക്കുന്ന വാക്കാണ് ഫെമിനിസ്റ്റ്. അപ്പൊ മുപ്പത്തേര് ആദ്യം കേൾക്കുന്ന വാക്കാണത്. അപ്പൊ മുപ്പത്തേര് ഇതായിരിക്കും ഞാൻ ചെയ്തതാണ് ശരി എന്നുള്ള ആണെന്ന് പറയുന്നത്. അപ്പൊ മൂപ്പയാൾക്ക് ഇത് എവിടുന്നൊക്കെ കിട്ടിയ പോയിന്റ് ആണത്. ഫെമിനിസ്റ്റ് എന്നുള്ള വാക്ക് മൂപ്പയാൾക്ക് ഇതിന്റെ എവിടുന്നൊക്കെ കിട്ടിയൊരു സാധനമാണ് മൂപ്പരാൾക്കും. അപ്പൊ ഇത് രണ്ടുപേർക്കും ഇതിന്റെ ആക്ച്വലി അർത്ഥം എന്താണെന്ന് അറിയില്ല, എന്താണ് സംഭവം അതിന്റെ ഇതെന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതാണ് ഇവളിന്റെ കൺട്രോളിൽ നിന്ന് പോയി എന്നുള്ള തിരിച്ചറിവുണ്ടായി. ആ കൺഫ്യൂഷനിൽ ഇടാന്നുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു എന്താണ്. പക്ഷെ സിനിമയ്ക്ക് ഞങ്ങൾ അങ്ങനെ എന്താ പറയാ ഓരോ സിനിമ സീനൊന്നും എടുത്ത് കേട്ടോ, മറ്റേത് എടുത്തിട്ട് ഇങ്ങനെ ഈ സാധനം എടുക്കുക അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ നമ്മള് കുറ്റടിക്കാൻ പോണ സീൻ അതിന് ശേഷം ഇത് ചെയ്തതിന് ശേഷം എടുത്ത് അപ്പൊ അവിടുന്നാണ് ഈ ഇയാൾക്ക് ശരിക്കും കയറുന്നത്. നിങ്ങൾക്കൊരു പറമ്പിലെടുത്തേക്ക് ഒരു പരണ്ടാക്കി തരും. അപ്പൊ എത്രത്തോളം വലിയ ആളാണ് അവരൊക്കെ. അത് വെച്ചിട്ടാണ് അവിടെ വീട്ടിൽ നിന്നിട്ട് മൂപ്പര് ഇതാവണത്. പറയൂ നമ്മളൊന്ന് പിടിച്ചാ. അതെ അതെ, ടെൻഷനായി. പൊന്നാനി എന്നുള്ള പ്രദേശം പരിചയിച്ചൊരു ചുറ്റുപാടായതുകൊണ്ടാണോ തെരഞ്ഞെടുത്തത്? അതെ, ഞാന് അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കൾച്ചറിന്റെ കുറെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ തോന്നും. കാരണം അവിടുത്തെ പച്ചായ മനുഷ്യന്മാരും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര രസമായിട്ടുള്ള ആളുകൾ, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. അത് നമ്മൾ പുറത്തുനിന്ന് നമ്മളിങ്ങനെ പല ആൾക്കാരും അങ്ങനെ നമ്മൾ കേട്ടറിയ. ഞാൻ ബേസിക്കലി അത്ര സ്ഥലങ്ങളൊന്നും അധികം പോയിട്ടില്ല, അറിയുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ അവിടെ കുറച്ചാലും നിന്നിട്ട് അപ്പൊ ഞാനടക്കം ഇവരിതിനെ എങ്ങനെ കാണുന്ന രീതിയിൽ ഞാൻ ബീച്ച് സൈഡിലോട്ടൊക്കെ പോണ്. പക്ഷെ ഇവരൊക്കെ ഒരു ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. എന്നുവെച്ചാൽ എന്ത് സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ ഒന്നാമത് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്നൊരു ടൈറ്റിൽ ഇട്ടിട്ട്
അവിടെ പോയിട്ട് ഈ ചില സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ട്, ഇവര് ഇതിൽ എങ്ങനെ കാണുന്നുള്ളത്. പക്ഷെ അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് അവരെടുത്തത്, ഭയങ്കര സ്നേഹം. അവരാ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു ബഡ്ജറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നുള്ളത്, അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള ആൾക്കാരാ. കാരണം അവിടുത്തെ ഓരോ ആൾക്കാരും ഇതിന് കോസ്റ്റ്യൂം, ആ വീട്ടിലെ ആൾക്കാർ ഇതിന് കോസ്റ്റ്യൂം ഡിസൈനറായി, ഫുഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അവർ ചെയ്ത് 3 നേരം ഭക്ഷണം ഉണ്ടാക്കും, നല്ല ഭക്ഷണം ഉണ്ടാക്കും, എല്ലാ കറികളും. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അവര് ചെയ്ത്, അതൊരു സിനിമക്ക് വേണ്ട എല്ലാ സാധനം അവര് ചെയ്ത്, ആ വീട്ടുകാർ ചെയ്ത്. അതായത് ഇവരറിയണില്ല ഞാൻ ഇതിന്റെ കോസ്റ്റ്യൂമാണ് ചെയ്യണത്, ഞാനതൊരു പൂച്ചനാണെന്ന് പറഞ്ഞാൽ പൂച്ചനെ കൊടുന്നുതരും, അതൊക്കെ ഒരു ബോക്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബോക്സ് കൊടുത്ത് കൊടുന്നുതരും. അപ്പൊ ഇവര് ചെയ്യണത് ഒരു സിനിമയുടെ ആർട്ടിന്റെ പരിപാടി ഇവര് ചെയ്യണത്. ഒരു കോസ്റ്റ്യൂം നമ്മളെ കൂടുതൽ ആൾക്കാരും ആൾക്കാരാണ്. അപ്പൊ നമ്മളൊരു മാക്സ് ആയിട്ട് മാച്ച് അല്ല. അപ്പൊ ഒരു ചേച്ചിക്ക് ഒരു മാക്സ് ഇട്ട് കഴിഞ്ഞാൽ അയ്യോ ഇത് മാച്ച് അല്ല, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അടുത്ത മാക്സ് എടുത്തിട്ട് വരും. ഷാള് മാച്ചിങ് ആയിട്ടുള്ള അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഷാൾ എടുത്ത് വരും. അപ്പൊ ഇവര് ഇപ്പൊ കുമാരിയുടെ ഷർട്ട് ഇതടക്കം ഞങ്ങൾ ഒരു ദിവസം 2 ദിവസം ഗ്യാപ്പ് എടുത്തപ്പോ നമ്മള് അവിടെ തന്നെ കോസ്റ്റ്യൂം കിട്ടുന്നത്. പിറ്റേ ദിവസം വന്നപ്പോ അവര് കഴുകി വൃത്തിയാക്കി അയാളും ജയനും ചെയ്താണ് വെച്ചിക്കണേ. അപ്പൊ ഒരു നാടും കൂടെ അയൽവാസികളൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളൊരു വീട്ടില് ഷൂട്ടിലുള്ള ആ വീട്ടിലെ ആളുകൾ തന്നെ അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഇവിടെ കടന്നുറങ്ങാൻ. നമ്മളിപ്പോ ഒരു റൂമിലേക്ക് കയറിച്ച് നമുക്കും പറ്റൂല മാനസികമായിട്ട്, അവരുടെ റൂമാണ്, അവരുടെ ബെഡിലിരിക്കാൻ തോന്നില്ല. പക്ഷെ അവരുള്ള നല്ല സമീപനമായി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഇരിക്കാനും കിടക്കാനും ഒക്കെ തോന്നി. എല്ലാവരും അങ്ങനത്തെ ഒരു സഹകരണം, നല്ല മനുഷ്യന്മാരെന്ന് നേരത്തെ പറഞ്ഞത് സത്യസന്ധമാണ്. ആ ചുറ്റുവട്ടത്തിലെ ആൾക്കാരൊക്കെ, ഞാനത് ഷൂട്ട് കഴിഞ്ഞ് ഒന്ന് അവിടെ കസേരയിൽ പോയിരുന്നാലും നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ വരും. അവരിന്റെ ശരിക്കുള്ള ഉസ്താദായിട്ടാണ് കണ്ടത്. എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തട്ടൊക്കെ ഇട്ടിട്ട് ശരിയാക്കിയിട്ട് നടക്കും. ആളുകളുടെ ആ ഒരു സ്നേഹവും സത്യസന്ധതയും ഒക്കെ ആ സിനിമയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളതിന് വർക്ക് ചെയ്തതിന്റെ അപ്പുറത്ത് ഈ ടീമിലെ എല്ലാരും കൊടുത്തൊരു സത്യസന്ധതയും അതിനുള്ള ആത്മാർത്ഥത ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സാധനമാണ് എനിക്ക് സക്സസ് ആയിട്ട് വന്നതെന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അതിന് വിശ്വസിക്കുന്നുണ്ട്. കാരണം പല ഇപ്പൊ നമ്മള് പടം നമ്മൾ കണ്ട ആൾക്കാരൊക്കെ പറയും നിങ്ങളുടെ പടത്തിൽ ഭയങ്കര ഒരു സത്യസന്ധത ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ട് മൊത്തത്തിൽ എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് ആ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാരും ഒരു കൂട്ടായ്മ, അവരെല്ലാവരും ഒരു ഇതൊക്കെ എനിക്ക് ഈ ഇങ്ങനെ സക്സസ് ആയി വരാൻ സംഭവിച്ചതെന്നുള്ള കാര്യം. ഫെമിനിച്ചി ഫാത്തിമ പോലെയുള്ള സിനിമകള് നമ്മൾ കാഴ്ചക്കാരിലും മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പൊ സിനിമയ്ക്കൊപ്പം നിന്ന 2 പുരുഷന്മാരാണ് നിങ്ങളിൽ അത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ, അതോ നിങ്ങൾ ആദ്യമേ തന്നെ മാറിയ പുരുഷന്മാരായിരുന്നോ? അങ്ങനെയല്ല, നമ്മളും പാരലി അങ്ങനെ വന്ന തന്നെയാണ്. ഇപ്പം ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ ഒന്നും കൂടെ റിയലൈസ് ചെയ്ത് വരുന്നത്, നമ്മളിപ്പോ ഒരു വീട്ടിലിപ്പോ ഒരു പാത്രമൊക്കെ കഴുകി വെക്കണം, അതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടില്ല. ഒന്നത് നമ്മള് വീട്ടുകാർ സമ്മതിക്കൂല. അത് ഭയങ്കര ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് ഫുഡ് കഴിച്ച് ഒന്ന് പാത്രം അടുക്കളയിൽ പോയ കയറി ഇങ്ങനെയുള്ളൊരു ആൾക്കാരാ. നമ്മളിവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർക്ക് മനസ്സിലാവൂല, കാരണം അവള് ശീലിച്ച അങ്ങനെ. ഇപ്പൊ ഞാൻ എന്റെ മാമിന്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മാമി അതുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എണീറ്റ ആ പാത്രം എടുക്കാൻ പോലും സമ്മതിക്കൂല. ഞാൻ പറയും മാമി ഞാൻ ഫെമിനിച്ചി ഫാത്തിമ പറഞ്ഞില്ലേ കഴുകി വെക്കട്ടെ. അപ്പൊ അത് ഇപ്പൊ നമ്മളിൽ മാത്രമല്ല മാറ്റം വരുത്തേണ്ടത്, അവരിലും ആ മാറ്റം മാറണം. അതിനോടൊപ്പം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ മാക്സിമം അങ്ങനെ ശ്രമിക്കാറുണ്ട്. അല്ല, ഞാൻ വീട്ടില് എപ്പോ ചോദിച്ചില്ല, ഞാൻ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാലും ആദ്യം ചോദിച്ചാൽ ഞാൻ കഴിച്ച പാത്രം ഞാൻ തന്നെയാണ് കഴുകാറ്. അപ്പൊ എന്നോടേക്കും അയ്യോ ഇവിടെ ഒന്നും പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഞങ്ങൾ നാടക ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഇതാണ്. ഭക്ഷണം അവനെ എടുത്ത് കഴിക്കുക, അത് കഴിഞ്ഞാൽ കഴുകി അവിടെ പാത്രം വൃത്തിയാക്കി വെക്കണം. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ തമ്മിൽ സഹായിക്കാൻ വല്ലാതെ നിൽക്കുമ്പം എൻ്റെ വൈഫിന് അത്രത്തോളം തൃപ്തിയാവില്ല. അപ്പൊ കട്ടിങ് ഒക്കെ വരുന്ന സമയത്ത് ഇതെന്തിന് എത്ര വലുപ്പം ഇത്ര ഒന്നും വേണ്ട, ഇത് കുറച്ചും കൂടെ ചെറുതായിട്ടായിരിക്കും. അപ്പൊ നമ്മളെന്ത് ചെയ്താൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ, പിന്നെ വാഷിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഞാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. രാവിലെ നീറ്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതിലിട്ടിട്ട് വാഷ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മുറ്റക്കടിച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ മുറ്റടിച്ചു തരും. മക്കളെ അതിലേക്ക് കൊണ്ടുപോയി അവര് പ്രായമായി തുടങ്ങി അന്ന് മുതൽ അവർ പാത്രം കഴുകാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ പോയാലും അവരങ്ങനെ ചെയ്യാൻ അവരിപ്പോൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രശ്നമുള്ളൂ, നമ്മൾ ചെയ്താൽ അവര് വൃത്തിയായില്ല എന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ട്. അല്ല, സ്വാഭാവികമായിട്ട് അതിലേക്ക് വരണല്ലോ, നമ്മൾ പറഞ്ഞിട്ടല്ലാതെ. അത് മാത്രമല്ലാണ്ട് നമ്മള് ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിലോ
ഇപ്പൊ ഞാനും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇവർ ഇൻഡിപെൻഡന്റ് ചിന്താഗതി നമുക്ക് ഉണ്ടാവണം. അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഒരു വീട്ടില് സഹായിക്കുക എന്നുള്ളത് മാത്രല്ല, നമ്മളെ പോലെ തന്നെയാണ് അപ്പുറത്തുള്ള ഞാൻ അതിന്റെ ഒരു വീട്ടിലെ സ്ത്രീകളും എന്നുള്ളത്. അപ്പൊ അതുപോലൊരു ചിന്താഗതി ഉണ്ട്. അപ്പൊ ഞാൻ നോർമലി അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഫാത്തിമ മാറിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അഷ്റഫിന് കിട്ടിയൊരു റിയലൈസേഷൻ ഉണ്ട് ഈ പടത്തിന്റെ അവസാനം. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാരും ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ആ സിനിമ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്താൻ സാധിച്ചോ? ഉറപ്പായിട്ടും ഞാൻ എന്നോട് വന്ന റിപ്ലൈകളൊക്കെ വന്നത് എനിക്കൊരു ഭയങ്കര അനുഭവം ഉണ്ടായത്. ഞാൻ ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് ഞാൻ സ്ക്രീനിങ് ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു അമ്മച്ചിയോട് ഭയങ്കര കണ്ണിനൊക്കെ വെള്ളം വന്നിട്ട് എന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് നിന്നിട്ട് മോനെ നന്നായിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് മൂപ്പത്തേര് ഇത്രയും കാലം മൂപ്പത്തേർക്ക് ഈ ഫാത്തിമ പറഞ്ഞ പോലെ ഒരു വാക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത ഒരാളായിരുന്നത് ഞാൻ അവരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്കത് കിട്ടി. അപ്പൊ ഇതുപോലെ ഇനി ഈ സിനിമ ആളുകളോട്ട് എത്തുമ്പോൾ ഈ തിരിച്ചറിവുകൾ സംഭവിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പല ആളുകൾക്കും. അല്ലെങ്കിൽ ഇതുപോലെ ജീവിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്കും ഇതൊരു തിരിച്ചറിവായി മാറുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ മുസ്ലിം സ്ത്രീകൾ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ഏത് പ്ലാറ്റ്ഫോം എടുത്താൽ ഏറ്റവും എക്സാമ്പിൾ ആണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത്. അവിടെ മുസ്ലിം സ്ത്രീകൾ വരുന്നു, അവിടെ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണേ, ഓൺലൈനിലൂടെ ഇൻകം കണ്ടെത്തുന്നത് എത്ര ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ ഭയങ്കര പോസ്റ്റ്. ഇതൊക്കെ ഈ ഫെമിനിറ്റി ഫാത്തിമ എന്നുള്ള പടം ചെയ്യാനായിട്ട് ഇന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഒരു ഇതിനെ വിമർശിക്കാനായിട്ട് എടുത്ത സിനിമയല്ല, ഞാൻ അതിന്റെ പോസിറ്റീവ് കാണിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണ് ഫാത്തിമ എന്നുള്ള ഫെമിനിറ്റി ഫാത്തിമ എന്നുള്ള. അവസാനം നമ്മൾ പറഞ്ഞിട്ടൊരു എഞ്ചിനീയർ വരുന്നു പടത്തിൽ. ഇത്ര വളർച്ചകൾ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സിനിമ ചെയ്യാം. അപ്പോഴും ഇതിനിടയിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ചിന്താഗതിക്കുന്ന ആൾക്കാർ. ഞാനൊരു ഏറ്റവും എക്സാമ്പിൾ പറയപ്പോൾ അടുത്ത് ഒരു താത്ത മണാലിയിൽ ഇങ്ങനെ പോയി ഒരു വീഡിയോ ഇട്ട് ഇങ്ങനെ ഖദീജ നിങ്ങൾ ഇവിടെ വന്ന ഭയങ്കര രസം. അപ്പൊ നമുക്കത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. നമുക്ക് തന്നെ ഒരു സുഖം ആ വീഡിയോ കണ്ടപ്പോ. ഹായ് നല്ല ഫ്രഷ് സാധനം കിട്ടി. അപ്പോ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വേറൊരാളൊന്ന് പറയണ് ഇങ്ങനെ ഇത് എന്താണ് അവരവിടെ പോയത്, അവരിവിടെ വന്നിട്ട് ഈ 50 ഇത്ര വയസ്സിൽ വീട്ടിലിരുന്നിട്ട് ഓതല്ലേ വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ പുലർത്തുന്ന ആൾക്കാരുണ്ട്. ഇവരെ ആണ് വിമർശിക്കപ്പെടുന്നത്. ഞാൻ അതിന്റെ പോസിറ്റീവ് സൈഡ് ഇപ്പൊ പറഞ്ഞാൽ നമ്മളെ ഇത്തരത്തിൽ ബിസിനസ്സുകളും സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്ന മുസ്ലിം സ്ത്രീകളുണ്ട്. ഇവരെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. പക്ഷെ ആ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ചിന്താഗതി പുലർത്തുന്ന ആളുകളെ അത് എതിർക്കപ്പെടണം, അല്ലെങ്കിൽ അവരത് ഇതൊരു തിരിച്ചറിവായിട്ട് മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഉസ്താദിനെ സ്ക്രീനിൽ കണ്ടപ്പോ തോന്നിയത്? അയ്യോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഫസ്റ്റ് സീൻ തന്നെ ഇങ്ങനെ ക്യാമറ പാൻ ചെയ്ത് മറ്റേ ബീച്ച് കടലിൽ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ വരില്ലേ, നേരെ പിന്നെ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം നമുക്കൊരു ഭയങ്കര എന്താ പറയാ, ഒത്തിരി ആളുകൾ എന്നെ ഇപ്പൊ ഒന്നിച്ച് കാണുന്നുണ്ടല്ലോ. ഞാൻ ഇവരൊക്കെ കാണുന്നത് ഫസ്റ്റ് സിനിമയിലേക്ക് എല്ലാം നമുക്ക് വരാൻ വരുന്നത് ഇവരുടെ റിയാക്ഷനാണ് നമുക്ക് എന്നത്. അവനവനൊരു കാഴ്ചപ്പാടുണ്ടാവല്ലോ, നീതി പുലർത്തി തോന്നിയോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അത് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ അപ്പുറത്ത് എനിക്ക് ഡയറക്ടർ തന്ന കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ അല്ലെങ്കിൽ മൂപ്പര് കൃത്യമായിട്ട് പറയാം ഓക്കെ എല്ലാം നമുക്ക് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ. പിന്നെ മൂപ്പര് എഡിറ്റിംഗ് ഏകദേശം പകുതിയായി കഴിഞ്ഞപ്പം മൂപ്പര് പറഞ്ഞിട്ട് മോർജി നന്നായി വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇയാളുടെ പെർഫോമൻസ് കണ്ട ആൾക്കാർ വന്ന് പറയുമ്പോഴാണ് അതിന്റെ ഹൈ കറക്റ്റ്. അതെ. അപ്പൊ അന്ന് ചെയ്തത് ശരിയായിരുന്നു എന്നുള്ളത് വാസിൽ പറഞ്ഞു തന്നത് സാധനം ശരിയായിരുന്നു എന്ന് എനിക്ക് അന്നെ അറിയാമെങ്കിൽ പോലും ഇവര് പറയുകയാണ് ചെറിയ കാര്യങ്ങളൊക്കെ നോട്ടങ്ങളും. അതുകൊണ്ടുകൂടി ആയിരിക്കല്ലോ മികച്ച 2ാമത്തെ നടനുള്ള ജെസി ഡാനിയൽ പുരസ്കാരമൊക്കെ തേടിയെത്തിയത്. ഒരുപാട് നമ്മൾ സന്തോഷിച്ചു. നമുക്കൊരു അംഗീകാരം കിട്ടിയപ്പോ അത് പറഞ്ഞു. സിനിമക്കും ഇതുപോലെ ഒരുപാട് അവാർഡ് കിട്ടുന്നുണ്ട്. ഷംലക്കും അവാർഡുകൾ നടിയായിട്ടും സഹനടിയായിട്ടൊക്കെ കിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കുമാർജിക്ക് ഒരു അവാർഡ് തരാത്തത് അപ്പൊ കറക്റ്റ് സമയത്ത് ജെസി ഡാനിയൽ അവാർഡ് നമുക്ക് ഭയങ്കര സന്തോഷം. മൂപ്പര് മനസ്സ് പറഞ്ഞപ്പിക്കുക അതിന്റെ സന്തോഷിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് ഉള്ളൊരു ചില സമീപനം നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും, പെർഫോമൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വാസനയ്ക്ക് കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം ഫോണിലൂടെ ആയിരുന്നു പറഞ്ഞത്. എനിക്ക് ആ മനസ്സിനെനിക്ക് ശരിക്കും ബഹുമാനിക്കാൻ തോന്നിയിട്ടില്ല.